പ്രിയമുള്ളവരെ, സാമൂഹിക പ്രതിബദ്ധതയുള്ള അധ്യാപക സംഘടന എന്ന നിലയിൽ AKPCTA എന്നും വിദ്യാർത്ഥി സമൂഹത്തിനായി തനത് പരിപാടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിലെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ക്യാമ്പസ് തരുന്ന സൗഹൃദങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളും നഷ്ടമായി കൊണ്ടിരിക്കുന്ന കൗമാര വിദ്യാർത്ഥി സമൂഹത്തിനായി AKPCTA ആവിഷ്കരിച്ച മാനസിക ഉല്ലാസ പദ്ധതിയാണ് കൂടെ. മനഃശാസ്ത്രരും മനഃശാസ്ത്ര അധ്യാപകരും അടങ്ങുന്ന വിദഗ്ധരുടെ സഹായത്തോടെ അധ്യാപകർക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകി അവരെ വിദ്യാർത്ഥികളുടെ പ്രശ്ന പരിഹാരത്തിന് സജ്ജരാക്കാനാണ് AKPCTA ഈ പരിപാടിയിലൂടെ തയ്യാറെടുക്കുന്നത്. കൂടെ പരിപാടിയുടെ ആദ്യപടിയായ അധ്യാപക പരിശീലനത്തിൻ്റെ ക്ലാസുകളാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്താണ് കൗൺസിലിംഗ്? ഒരു നല്ല കൗൺസിലറുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംവദിക്കുന്നത് എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനും സർവോപരി കൗൺസിലിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയവുമുള്ള ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദാണ്. 35 വർഷമായി അധ്യാപന രംഗത്തുള്ള ഇദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജി വിഭാഗം തലവനാണ്. മികച്ച അധ്യാപകനുള്ള അവാർഡും മികച്ച കൗൺസിലർക്കുള്ള അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇടശ്ശേരി അവാർഡ്, ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രചനകൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. കൗൺസിലിംഗിൻ്റെ ബാലപാഠങ്ങളെക്കുറിച്ച് ഡോക്ടർ NP ഹാഫിസ് സർ പറയുന്നത് ഇനി നമ്മൾക്ക് കേൾക്കാം. പ്രിയപ്പെട്ട സപ്ന ടീച്ചർ, ഹാസൻ, മറ്റ് സഹപ്രവർത്തകരെ, ആദ്യമേ ഞാൻ ഇത് രേഖപ്പെടുത്താതെ പോയാൽ നന്ദികേടാണ്. കാരണം AKPCTA വളരെ സജീവമായ സാന്നിധ്യമാണ്, അധ്യാപകരുടെ സംഘമാണ് എന്നുള്ളത് ഞാനും 31 വർഷക്കാലം ഫറൂഖ് കോളേജിലുള്ളപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് അറിഞ്ഞിട്ടുള്ള ആളാണ്. അധ്യാപനം ക്ലാസ് മുറിക്കപ്പുറത്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ സംഘങ്ങളിൽ ഒന്നാണ് AKPCTA. ഈ മഹാമാരിയുടെ കാലത്ത് ഈ തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു പദ്ധതി നടപ്പിൽ വരുത്താൻ വളരെ ഭാവനാസമ്പന്നയായ സപ്ന ടീച്ചറുടെ നേതൃത്വത്തിൽ, വലീന ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തുവാനുള്ള ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഉണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായി നിലനിൽക്കുകയും ചെയ്യുന്നു. എൻ്റെ അധ്യാപനത്തിന് ഏതാനും മാസങ്ങൾ കൊണ്ട് 40 വർഷമാകുമെന്നുള്ളത് വിനയത്തോടെ അറിയിക്കട്ടെ. ഞാൻ അധ്യാപനത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അധ്യാപനം ഒരു സർഗാത്മകമായ പ്രവർത്തനം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഞാൻ കൗൺസിലിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് എനിക്കറിയാം. കൗൺസിലിംഗ് എന്തിനെ ഒരു അധ്യാപകൻ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. അധ്യാപനം 17-ാം നൂറ്റാണ്ടിന് ശേഷം ക്ലാസ് മുറിക്കുള്ളിൽ മാത്രം ഉയരുകയും അവിടെ തന്നെ അവസാനിക്കുകയും ചെയ്തു തുടങ്ങിയ അധ്യാപനം പല മേഖലകളിലേക്ക് തിരിഞ്ഞത് 20-ാം നൂറ്റാണ്ടോടുകൂടെയാണ്. അധ്യാപനം ക്ലാസ് മുറിക്കുള്ളിൽ മാത്രം നടക്കേണ്ടുന്ന ഒന്നല്ല എന്നുള്ള ബോധ്യം 1960കളിലെ സിവിൽ റൈറ്റ് മൂവ്മെന്റും അതിനോടനുബന്ധിച്ചിരിക്കുന്ന പല ജനാധിപത്യ മുന്നേറ്റങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏകപക്ഷീയമായ ഭാഷണം നടത്തുന്ന ഏകാധിപതിയായ ആശയങ്ങളുടെയും ചിന്തയുടെയും ഭാഷണത്തിൻ്റെയും ഏകാധിപതിയായ അധ്യാപകൻ എന്നോ കാലഹരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതാണ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അധ്യാപകൻ ഒരു പരിശീലകൻ കൂടിയാണ് എന്നുള്ള സങ്കല്പനം ചേർത്ത് വെച്ചത്.
ഓരോ വിദ്യാർത്ഥിയെയും പരിശീലനത്തിലൂടെ കഴിവുകളെയും, കഴിവിൽ നിന്ന് അറിവിനെയും, അറിവിൽ നിന്ന് അഗാധമായ ചിന്തയെയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള അധ്യാപന ശാസ്ത്രത്തിന്റെ പാഠങ്ങളിൽ നിന്നാണ് അധ്യാപകൻ പരിശീലകൻ കൂടിയാണ് എന്നുള്ള ധാരണ എത്തിയത്. പിൽക്കാലത്ത് 1980-കളോടുകൂടെ അവിടെ നിന്നും മാറിക്കഴിഞ്ഞു. അധ്യാപകൻ ഒരു കൗൺസിലർ കൂടിയാണ്. അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു അധ്യാപികക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത്. ഇപ്പോൾ അധ്യാപിക ഫെസിലിറ്റേറ്ററാണ്, മെന്ററാണ് എന്നുള്ളിടത്തും എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പാരഡൈം ഷിഫ്റ്റ്, ഈ അധ്യാപന പ്രക്രിയയുടെ സാരമായ മാറ്റം, അധ്യാപനത്തിൽ നിന്ന് പരിശീലകനും, പരിശീലകനിൽ നിന്ന് കൗൺസിലറും, കൗൺസിലറിൽ നിന്ന് മെന്ററും, മെന്ററിൽ നിന്ന് ഫെസിലിറ്റേറ്ററും, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്ററും മെന്ററും കൂടിയാണ് എന്നുള്ളത്. ഈ ഫെസിലിറ്റേറ്റർ, മെന്റർ എന്നുള്ളതിനൊന്നും മലയാളത്തിൽ വാക്കുകളില്ലാത്തത് കൊണ്ട് ആ ആശയത്തെ ദ്യോതിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. പ്രത്യേകിച്ചും ഡോക്ടർ ബേബി ഷാരി ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: ടീച്ചർ ഒരു കൗൺസിലറാണ്, ആകണമെന്നില്ല, ആകേണ്ടതുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ടീച്ചർക്ക് ഒരു അധ്യാപന പ്രക്രിയയിൽ കൗൺസിലിങ്ങിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയത് കൗൺസിലിങ്ങിന്റെ ഉപകരണങ്ങൾ, ടൂൾസ്, ടെക്നിക്സ്, രീതികൾ അധ്യാപനത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപനം ഏറെ ഫലവത്തായ ഒരു കർമ്മമായി മാറും എന്നുള്ളതിൽ സംശയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് എന്താണ് കൗൺസിലിംഗ് എന്നുള്ളതും, കൗൺസിലറുടെ കഴിവുകൾ, നൈപുണ്യം എന്താണ് എന്നുള്ളതും, കൗൺസിലിംഗ് ഒരു ഏത് സാഹചര്യത്തിൽ നടത്തുന്നു എന്നുള്ളതും ഇന്ന് സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നത്. ഞാൻ ഓരോ ആശയങ്ങളും നിങ്ങളുടെ മുന്നിൽ വെച്ചതിന് ശേഷം ആ സമയത്ത് തന്നെ ചർച്ച ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ അവസാനത്തിലേക്ക് ചർച്ചയെ മാറ്റിവെക്കുന്നില്ല എന്നർത്ഥം. ഓരോ ഖണ്ഡങ്ങളായി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളത്. ഞാൻ ആദ്യം എന്താണ് കൗൺസിലിംഗ് എന്നുള്ളത് പറയാം. എന്താണ് കൗൺസിലിംഗ് എന്ന് പറയുന്നതിൽ നിന്നും അതിനേക്കാളും എളുപ്പം എന്തല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നതാണ്. വളരെ ലളിതമായി ആവർത്തിക്കാതെ പറയാം, കൗൺസിലിംഗ് ഉപദേശമല്ല. ഉപദേശം ഏകാധിപതിയായ ഒരാളിന്റെ വിചാരങ്ങൾ, അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കലാണ്. അത് അടിച്ചേൽപ്പിക്കലല്ല. ഒരു ദുർബലയെയോ സഹായിക്കുന്ന പ്രക്രിയയല്ല കൗൺസിലിംഗ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള, നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉത്തരങ്ങളോ പരിഹാരങ്ങളോ നൽകുന്ന പ്രക്രിയയല്ല കൗൺസിലിംഗ്. ഒരു കൗൺസിലർ എല്ലാറ്റിനും ക്യാപ്സ്യൂളായിട്ട് പരിഹാരം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു ധാരണ ആർക്കും വേണ്ടതില്ല. തീരുമാനങ്ങളോ നടത്തിവെക്കുന്നില്ല എന്നർത്ഥം. കൗൺസിലിംഗ് ഒരാളിനെ സ്വാധീനിക്കുവാനുള്ള, ഒരാളിന്റെ വാല്യൂസിനെ സ്വാധീനിക്കുവാനുള്ള, അഭിമതങ്ങളെ, ആറ്റിറ്റ്യൂഡ്സിനെ സ്വാധീനിക്കാനുള്ള, തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള, അഭിപ്രായങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു പ്രക്രിയയല്ല. കൗൺസിലിംഗ് ഒരു വ്യക്തിയെ ആ വ്യക്തിയെയായി, വേറിട്ട വ്യക്തിയായി അംഗീകരിച്ചുകൊണ്ടാണ് ഈ കർമ്മം നടത്തുന്നത് എന്നർത്ഥം. അഭിമുഖീകരണമാണെങ്കിൽ തന്നെയും ഇന്റർവ്യൂ അല്ല കൗൺസിലിംഗ്. കൗൺസിലിംഗ് വാദപ്രതിവാദവുമല്ല. വേണമെങ്കിൽ വേദനകളോ വിഷമങ്ങളോ അറിഞ്ഞ് വേദനിക്കുന്നവരോടൊപ്പം കരയുന്ന ഒരാളുമല്ല കൗൺസിലർ. കൗൺസിലർ മതപരമായ ഇടപെടലുകൾ നടത്തുന്നില്ല, പ്രാർത്ഥന നടത്തുന്നില്ല, മതപരമായ പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഉപദേശപ്രവാഹം നടത്തുന്നില്ല. പലപ്പോഴും മതപരമായിരിക്കുന്ന പ്രഭാഷണങ്ങൾ കൗൺസിലിംഗ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതും എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. മതപ്രഭാഷണം കൗൺസിലിംഗ് ആണ് എന്നുള്ളതാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഏകപക്ഷീയമായ ഏതെങ്കിലും ഒന്നിനോട് വാശി പിടിച്ചുകൊണ്ട് തീവ്രമായ നിലപാടെടുക്കുന്ന ഒരാളല്ല കൗൺസിലർ. അതുകൊണ്ട് തന്നെ
കൗൺസലിംഗ് മറ്റെന്തോ ആണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കൗൺസലിങ്ങിന് മതപരമായ ഉപദേശത്തിന്റെ കൽപ്പനയിൽ നിന്ന്, ഉപദേശത്തിന്റെ പ്രക്രിയയിൽ നിന്ന് ആരംഭം കൊള്ളുവാൻ സാധിച്ചിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പുരോഹിതന്മാരുടെ ഭാഷണങ്ങളിൽ നിന്നാണ് കൗൺസിലിങ്ങിന്റെ ആദ്യത്തെ വേരുകൾ പൊട്ടിമുളക്കുന്നത്. റിലീജിയസ് കൗൺസിലിംഗ് ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ സമൂഹങ്ങളിൽ വളരെ കൂടുതലായി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പുരോഹിതന്മാരോ ഋഷിമാരോ നേരിട്ട് ഒരിക്കലും കാര്യങ്ങളെ പറഞ്ഞിരുന്നില്ല എന്നുള്ളത് കൊണ്ട് വ്യംഗ്യമായി, വളരെ ധ്വന്യാത്മകമായി കാര്യങ്ങളെ പറഞ്ഞിരുന്നു. സൂഫിമാരും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് മതപ്രബോധകൻ എന്നുള്ളത് കൂടെ വന്നപ്പോഴാണ് ഗൈഡൻസ് കൊടുക്കുന്ന, മാർഗനിർദ്ദേശം കൊടുക്കുന്ന ആളും ഉപദേശകനും ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് വരണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാകുന്നത്. വളരെ സംക്ഷിപ്തമായി ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ മനഃശാസ്ത്രത്തോട് ഏറെ കടപ്പെട്ടു നിൽക്കുന്നു കൗൺസലിംഗ്. മനഃശാസ്ത്രത്തിന്റെ വളർച്ചയോടൊപ്പം തന്നെയാണ് കൗൺസലിംഗും ഉണ്ടായി തീർന്നിട്ടുള്ളത്. മാനസിക അപഗ്രഥന രീതി, സൈക്കോ അനാലിറ്റിക്കൽ മെത്തേഡ്, ഫ്രോയിഡ്, യൂങ്, കാൾ റോഗേഴ്സ്, എറിക് ബേൺ, അഡ്ലർ തുടങ്ങിയിട്ടുള്ളവര് വിഭാവനം ചെയ്തതിൽ നിന്നാണ് കൗൺസിലിങ്ങിന് രൂപം കൊടുക്കാൻ സാധിക്കുന്നത്. കൗൺസിലിങ്ങിന് മനഃശാസ്ത്രത്തോടൊപ്പം മറ്റൊന്നിനോട് കൂടെ അടുപ്പമുണ്ട്, സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. സൈക്കോ തെറാപ്പി ഡോക്ടർമാർ നടത്തിയിരുന്നതാണ്. പ്രത്യേകിച്ച് സൈക്യാട്രിസ്റ്റുകൾ മനോരോഗ ചികിത്സയിൽ പ്രധാനമായി നടത്തിയിരുന്ന ഒന്നാണ് സൈക്കോ തെറാപ്പി. പേഴ്സണലായിരിക്കുന്ന, വളരെ പേഴ്സണലൈസ് ചെയ്തിരിക്കുന്ന കൗൺസിലിങ്ങിലൂടെ സൈക്കോ തെറാപ്പിസ്റ്റ് രോഗത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും രോഗത്തിൽ ഏത് തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ടെന്ന് അറിയിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് എന്നർത്ഥം. ഈ മനഃശാസ്ത്രത്തോടും ഒപ്പം സൈക്കോ തെറാപ്പിയോടും ബന്ധപ്പെട്ടിട്ടാണ് കൗൺസിലിംഗ് ഉണ്ടാകുന്നത്. കൗൺസിലിംഗ് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. കൗൺസിലിയം എന്ന് പറയുന്ന ടോക്ക് ടുഗദർ, ബീയിങ് വിത്ത് ടുഗദർ ഫോർ കൺവേഴ്സേഷൻ ഓർ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ആശയമുള്ള കൺസിലിയം എന്നുള്ള വാക്കിൽ നിന്നാണ് കൗൺസിലർ ഉണ്ടാകുന്നത്. കൗൺസിലിംഗ് അല്ല കൗൺസിൽ. പലപ്പോഴും ആളുകൾ കൗൺസിലർ എന്ന് പറയാറുണ്ട്. നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന്റെ കൗൺസിലർ അതല്ല, ഇത് കൗൺസിലിംഗ് തന്നെയാണ്. കൗൺസിലർ ഒരു ക്ലയന്റിന്റെ കൂടെ തൻ്റെ അടുത്ത് എത്തുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ എത്തുന്ന ഒരാളിന്റെ കൂടെ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര പൂരകത്വമായി നിൽക്കുന്ന ഒരു ബന്ധം ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് വരുന്നത്. പലപ്പോഴും അതൊരു ഒന്നിച്ചുള്ള സഞ്ചാരമാണ്. ആ ഒന്നിച്ചുള്ള സഞ്ചാരത്തിൽ, മാനസിക സഞ്ചാരത്തിൽ, വിചാര സഞ്ചാരത്തിൽ, ഭാഷണ സഞ്ചാരത്തിൽ ഒരു വ്യക്തിയുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള പ്രാപ്തി ആ വ്യക്തിയിലോ ആ വ്യക്തികളിലോ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് കൗൺസിലിങ്ങിന്റെ സവിശേഷത. കൗൺസിലർ ഒരു പ്രോബ്ലത്തെ അഭിമുഖീകരിക്കുന്നു, പ്രോബ്ലത്തിന് പരിഹാരം കാണാനുള്ള യത്നം നടത്തുന്നു. പക്ഷെ പരിഹാരം നേരത്തെ തയ്യാറാക്കി വെച്ച് കൈമാറുന്നില്ല. വ്യക്തിയെ കൊണ്ട് പരിഹാരം കാണാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കലാണ് കൗൺസിലർ ചെയ്യുന്നത്. ഹി ഓർ ഷീ ക്രിയേറ്റ്സ് എ കണ്ടീഷൻ ഫോർ ദ ചേഞ്ച്. ഒരു വ്യക്തിയുടെ മാറ്റത്തിന് ഉപയുക്തമാകുന്ന തരത്തിലേക്കുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നാം ശ്രീ മുരളി തുമ്മാങ്കുടിയുടെ പ്രഭാഷണം കേട്ടിട്ടുള്ളതാണ്, ക്ലാസ് കേട്ടിട്ടുള്ളതാണ്. വരാനിരിക്കുന്ന കാലം നാം ഇതുവരെ അഭിമുഖീകരിക്കാത്ത പല സാഹചര്യങ്ങളെയും മുന്നിൽ കാണേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളിൽ. അങ്ങനെയാണെങ്കിൽ നാം ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള, കൂടെ നിൽക്കുവാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു യത്നം കൂടിയായാണ് ഞാൻ ഈ പദ്ധതിയെ കാണുന്നത്. ഒരു സാഹചര്യം പോസിറ്റീവായിരിക്കുന്ന, വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ, എന്തിന്, മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം ഇനിയും കൂടിക്കൂടി വരാൻ ഇടയുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകാനിടയുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ മഹാമാരി പലവിധ പ്രശ്നങ്ങളെ പോസ്റ്റ് കോവിഡ് ട്രോമ, പോസ്റ്റ് കോവിഡ് വ്യവഹാരപരമായിരിക്കുന്ന
പ്രശ്നങ്ങൾ കോവിഡിന് ശേഷം കോവിഡാനന്തര കാലത്ത് വരുന്ന സാമൂഹിക മാനസിക പ്രശ്നങ്ങളുടെ എണ്ണം വളരെ വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ട് ഒരു സംശയമില്ല, ഇത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പിടികൂടാനിടയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 2 കൊല്ലക്കാലം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നമ്മളിൽ നിന്ന് ആരോ വലിച്ചു ഊറ്റിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കയ്യിൽ ഒതുക്കുകയാണെങ്കിൽ ഒരു കൈപ്പിടിയിൽ മാത്രം ഒതുങ്ങാനിടയുള്ള കോവിഡ് വൈറസിനെയാണ്, ആകെ ഒരു 250 ഗ്രാം കോവിഡ് എന്നാണെങ്കിൽ ലോകത്ത് മുഴുക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അത് മാനസിക തലങ്ങളിലും സാമൂഹിക തലങ്ങളിലും സാരമായ തരത്തിൽ ഇടപെടൽ നടത്തുമ്പോൾ ആ ഇടപെടലിനുള്ള അഭിമുഖീകരണത്തിന്റെ സാധ്യതയെയാണ് ഇന്നത്തെ ഈ പദ്ധതി കൂടി നടത്തുന്നത് എന്നർത്ഥം, അന്വേഷിക്കുന്നത് എന്നർത്ഥം. കാരണം ഒരു പ്രോബ്ലത്തെ അന്വേഷിക്കുന്നു, പ്രോബിംഗ് എന്നുള്ളതാണ്, ഒരു പ്രോബിംഗ് ആണ്. ഒരു ചൂട്ട് കത്തിച്ചുകൊണ്ട് ഇരുൾ ഗുഹകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളിന്റെ പ്രയത്നമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ബാഹ്യതലത്തിൽ എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, ബാഹ്യതലത്തിൽ എനിക്ക് ഉറക്കം തോന്നുന്നു, എപ്പോഴും ഉറക്കം, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചതൊന്നും ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ബാഹ്യതലത്തിൽ ഞാൻ ഒരു ബന്ധത്തിൽ അസ്വസ്ഥയാണ്, ബാഹ്യതലത്തിൽ എനിക്ക് അധ്യാപകരെ പിന്തുടരാൻ സാധിക്കുന്നില്ല, ബാഹ്യതലത്തിൽ എനിക്ക് അധ്യാപകരുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മെ മുന്നിൽ എത്തുന്നത് എങ്കിലും അതിന്റെ പിന്നിലുള്ള ഒരുപാട് രഹസ്യങ്ങളെ, ആന്തരിക തലങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഘടകങ്ങളെ, അബോധ മനസ്സ് ഒളിപ്പിച്ചു വെക്കുന്ന ഘടകങ്ങളെ, ഉപബോധ മനസ്സിൽ പതുങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് കൗൺസിലർ സാധാരണ നടത്തുന്നത്. അതുകൊണ്ടാണ് ഒരു ടോർച്ച് അടിച്ചുകൊണ്ട് നടക്കുന്ന, ഒപ്പം നടക്കുന്ന ഒരു മനുഷ്യനായി കൗൺസിലറെ കാണേണ്ടുന്നത് എന്നർത്ഥം. ഇത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പ്രാപ്തരാക്കുകയാണ്. എന്താണ് പ്രശ്നം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ബാഹ്യതലത്തിൽ കാണുന്ന പ്രശ്നമായിരിക്കുകയില്ല. ഇനി ബാഹ്യതലത്തിലുള്ള പ്രശ്നമാണെങ്കിൽ തന്നെയും അത് സിംറ്റംസ് ആയിരിക്കും, അത് ചില രോഗലക്ഷണമായിരിക്കും. രോഗത്തെ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതെടുത്താണ് വരുന്നതുള്ളത്. എൻ്റെ അടുത്തൊരു വിദ്യാർത്ഥി വന്നിട്ട് പറഞ്ഞു, എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, ബാഹ്യതലത്തിൽ പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ആ കുട്ടിയോട് 3 സെഷനുകളിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടിയുടെ ഒരു കുടുംബക്കാരൻ സെക്ഷലി അബ്യൂസ് ചെയ്തതിന്റെ ഭാരം ഇപ്പോഴും മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. വേറെ ഒരു വിദ്യാർത്ഥി, മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഫറൂഖ് കോളേജിൽ വെച്ച് വന്നതിന് എനിക്ക് ഓർമ്മയുണ്ട്, അടുത്ത് വന്നിട്ടുള്ളത്. ആ കുട്ടിക്ക് എന്തിനും ആത്മവിശ്വാസമില്ലാത്ത തരത്തിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഉപദേശിക്കാം, എന്താ ധൈര്യം പോയിട്ട്, നമ്മളെ സാധാരണ ചെയ്യുന്നത് അതാണ്, ധൈര്യത്തോടു കൂടി ധൈര്യം വേണം, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഏറെ നേരം ആ കുട്ടിയോടൊപ്പം ഭാഷണത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടിയുടെ അച്ഛൻ ഒരു ആൽക്കഹോളിക് ആണ് എന്നുള്ളത് അവിടെ വേട്ടയാടുന്നുണ്ട്. ആ വേട്ടയാടലിൽ നിന്നാണ് ആത്മാഭിമാനവും ആത്മവിശ്വാസവും ചോർന്നൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും. 10ാം ക്ലാസ് വരെ ഒന്നാന്തരം വിദ്യാർത്ഥിയായിരുന്ന കുട്ടി സ്വമനസ്സാലെ വഴിതെറ്റിപ്പോവുകയാണ് എന്നുള്ള ആരോപണം കുട്ടി പോലും അറിയാത്ത ഘടകങ്ങളിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെയാണ് കൗൺസിലർ ഒരു ആ വ്യക്തിയെ തിരിച്ചറിയുവാൻ, വ്യക്തിക്ക് അറിയാത്ത വ്യക്തിയെ തിരിച്ചറിയാൻ, വ്യക്തിക്കുള്ളിലെ വ്യക്തിയെ തിരിച്ചറിയുവാൻ മനഃശാസ്ത്രപരവും സമൂഹശാസ്ത്രപരവുമായ അറിവുകൾ എടുത്തുകൊണ്ടിട്ട് യത്നം നടത്തുന്നു എന്നുള്ളത്. സത്യത്തിൽ അത് 2 വ്യക്തികൾ തമ്മിലുള്ള ഇന്ററാക്ഷനാണ്, അഭിമുഖീകരണമാണ്. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കൗൺസിലർ ആൻഡ് കൗൺസിലി. എന്തിനാണ്? ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള യത്നത്തിന്റെ ഭാഗമായുള്ള ഒരു അഭിമുഖീകരണമാണ്. എവിടെ വെച്ച് നടക്കുന്നു? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ പ്രൊഫഷണൽ സെറ്റിംഗ്സ്. ഒരു പ്രൊഫഷണൽ സെറ്റിംഗിൽ വെച്ച് നടക്കുന്നതാണ് കൗൺസിലിംഗ്. ചിലപ്പോൾ നമ്മൾ ഒരു കുട്ടിയോട് സംസാരിക്കാൻ ക്യാൻറ്റീനിൽ പോയിരുന്ന് സംസാരിക്കുമ്പോൾ കൗൺസിലറുടെ ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെയും യഥാർത്ഥത്തിലുള്ള ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് അടഞ്ഞ ഒരു മുറിയിൽ വെച്ച് തന്നെ നടക്കുന്ന അഭിമുഖീകരണമാണ്. പലപ്പോഴും പല സ്കൂളുകളിലും കോളേജുകളിലും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ നമ്മൾക്ക് എളുപ്പമല്ലതാണ്.
ഫറൂഖ് കോളേജിൽ ഒരു കൗൺസിലിംഗ് റൂം ഉണ്ടാക്കി. ആദ്യം ഒരു 4 or 5 ആള് വന്നു. പിന്നീട് അവിടെ വരുന്നതൊക്കെയും തന്നെയും മാനസിക രോഗമുള്ള എന്തോ ആളുകളാണെന്നുള്ള ഒരു വ്യാജ പ്രചാരണം നടത്തിയതോടുകൂടി പിന്നീട് കൗൺസിലിംഗ് റൂം വൈകാതെ തന്നെ അടക്കേണ്ടി വന്നു. അതാണ് കൗൺസിലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ധാരണയും അതാണുള്ളത്. വലിയ ധാരണയാണ്. കൗൺസിലിംഗ് നടത്തുന്നത് മാനസിക രോഗമുള്ള ആളുകൾക്കാണ്. കൗൺസിലിംഗ് നടത്തുന്നത് വ്യക്തിത്വ ശിഥിലീകരണം നടന്നിട്ടുള്ളത് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്കാണ് എന്നൊക്കെയും തന്നെയും വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും പറയാറുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹത്തിന് കൗൺസിലിങ്ങിന് പോകുന്നത് ഒരു ഉചിത മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞ ഭാര്യ പലപ്പോഴും ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് പറയുന്ന ഒന്ന്, നിനക്ക് ഭ്രാന്തുണ്ടെങ്കിൽ നീ കൗൺസിലിങ്ങിന് പോയിക്കോ, വേണമെങ്കിൽ നിന്റെ അച്ഛനെയും കൂട്ടിക്കോ അല്ലെങ്കിൽ നിന്റെ ഏട്ടനെയും കൂട്ടിക്കോ എന്നുള്ളത് പലരും പ്രസ്താവന നടത്തിയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. കൗൺസിലിംഗ് ഭ്രാന്തിനുള്ള ചികിത്സയല്ല. ഒരു കൗൺസിലറും ഒരു മരുന്നും കൊടുക്കാൻ പാടില്ല. ഹോമിയോ മരുന്ന് കൊടുക്കുന്ന കൗൺസിലേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിയമപരമായ ധിക്കാരമാണത്. ആയുർവേദ മെഡിസിൻ കൊടുക്കുന്ന കൗൺസിലേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപകടകരമായ ഒരു പ്രവൃത്തിയാണത്. ഇനി തനിക്കറിയാവുന്ന വിദേശ ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കുന്ന അലോപ്പതിക് മെഡിസിൻ കൊടുക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. കൗൺസിലിംഗ് ചികിത്സയാണ്, വാചാ ചികിത്സയാണ്. കൗൺസിലിംഗ് ഒരു കാരണവശാലും ഒരു വൈദ്യശാസ്ത്രത്തെയും പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പലപ്പോഴും വൈദ്യശാസ്ത്ര ചികിത്സ നടത്തുന്ന ആളുകൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ കൗൺസിലിംഗിന്റെ ഫലപ്രാപ്തി കുറയുന്നതായും കണ്ടിട്ടുണ്ട്. ഹോമിയോ മെഡിസിൻ ഒക്കെ കൊടുക്കുമ്പോഴുള്ളത്. കാരണം അദ്ദേഹത്തിന് ഡബിൾ റോൾ ഉണ്ട്. കൗൺസിലർക്ക് ഡബിൾ റോൾ ഇല്ല. കൗൺസിലർ അച്ഛനല്ല, കൗൺസിലർ സുഹൃത്തല്ല, കൗൺസിലർ അധ്യാപകനോ അധ്യാപികയോ അല്ല, കൗൺസിലർ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് കൗൺസിലിംഗ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തിൽ ബിഹേവിയറിൽ മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തുന്നു. അത് മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തുന്നതിന്റെ പിന്നിൽ വിചാരപരമായ കൊഗ്നിറ്റീവ് ലെവലിലുള്ള വികാരപരമായ ഇമോട്ടീവ് ലെവലിലുള്ള അഫക്ഷനേറ്റ് പാർട്ടിലുള്ള മാറ്റങ്ങൾ കൂടി ഉണ്ടാക്കേണ്ടുന്നത് അനിവാര്യമാണ് എന്നുള്ളത് വരുന്നു. കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വ്യവഹാരത്തിലുള്ള ശിഥിലീകരണങ്ങളെ ചിന്തയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ നടത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. കൗൺസിലിംഗ് അടിസ്ഥാനപരമായി ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ്സാണ്. പരസ്പരം അഭിമുഖീകരണമാണ്, വർത്തമാനം പറച്ചിലാണ്. ഒന്നാന്തരമായിട്ടുള്ള ലിസണറാണ് കൗൺസിലർ. അസാധാരണമായ ക്ഷമയോടുകൂടെ കേൾക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ കൗൺസിലർക്കുണ്ട്. പറഞ്ഞത് തന്നെ വീണ്ടും 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 ആവർത്തിക്കും, സങ്കടങ്ങൾ ഉണർത്തിക്കും. പക്ഷേ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷമ ശ്രദ്ധയോടുകൂടെ കേൾക്കുവാനുള്ളതാണ്. അത് കേൾക്കൽ മാത്രമല്ല, കേട്ട് ഗ്രഹിക്കലാണ്. ഇറ്റ് ഈസ് മോർ ദാൻ ഹിയറിംഗ്, ഇറ്റ് ഈസ് മോർ ദാൻ അണ്ടർസ്റ്റാൻഡിങ്, ഇറ്റ് ഈസ് കളക്റ്റഡ്. അത് ഏത് സമയത്തും റിക്കലക്ട് ചെയ്യുന്നതിന് വേണ്ടി കലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കൗൺസിലർ നടത്തുന്നത്. കൗൺസിലർ അസിസ്റ്റൻസ് കൊടുക്കുന്നു, പ്രൊഫഷണൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നു. ഒരു എക്സ്പെർട്ടാണ് അദ്ദേഹം. അവർ അതിനുള്ള പ്രോപ്പറായ എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള ആളാണ്. അവിടെയാണ് ആർക്കൊക്കെയാണ് പ്രൊഫഷണൽ കൗൺസിലിംഗ് പറ്റുക എന്നുള്ളത്. റീഹാബിലിറ്റേഷൻ അസോസിയേഷൻ ഇന്ത്യയാണ് ഇപ്പോൾ കേരളത്തിലും കൗൺസിലർമാരുടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംഘമായിട്ടുള്ളത്. നമുക്ക് ഇപ്പോഴും കൗൺസിലറുടെ ഔദ്യോഗികമായിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ എന്താണ് എന്നുള്ളതിൽ തീരുമാനത്തിലെത്താത്ത അവസ്ഥയാണുള്ളത്. പക്ഷേ കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രൊഫഷണൽ കൗൺസിലർ ആണെങ്കിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നന്ന്, മനഃശാസ്ത്രം, സമൂഹശാസ്ത്രം, സോഷ്യൽ വർക്ക് തുടങ്ങിയവയിലാണെങ്കിൽ നന്നായി. ഈ വിഷയത്തോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് കൊണ്ട് നിർബന്ധമില്ലതാനും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് പാസ്സാവുകയാണെങ്കിൽ ഔദ്യോഗികമായി പ്രവർത്തിക്കാനുള്ള യോഗ്യത തികഞ്ഞു. ഒരു കൊല്ലത്തെ PG കോഴ്സ് ഇൻ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ, ഇനി അല്ലെങ്കിൽ MA or MSc കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് പാസ്സാവുകയാണെങ്കിൽ, ഇതാണ് ഔദ്യോഗികമായ ഒരു യോഗ്യത എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ മതി എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കൗൺസിലിംഗ് ഓർ ഗൈഡൻസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകള് കൗൺസിലേഴ്സ് ആകാവുന്നവരാണ്. പക്ഷെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്
കൗൺസലിംഗ് അല്ല പ്രധാനമായും നടത്തുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൗൺസിലറും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ട് ക്ലിനിക്കൽ സൈക്കോളജിയിൽ എംഫില്ലോ ക്ലിനിക്കൽ സൈക്കോളജി വിഷയത്തിൽ റിസർച്ച് നടത്തിയിട്ടുള്ള ആളായിരിക്കും. MSc സൈക്കോളജി പ്ലസ് 1.5 year ഓർ 1 year ക്ലിനിക്കൽ സൈക്കോളജി. ഇതാണ് അടിസ്ഥാനപരമായി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനുള്ള യോഗ്യത. ചില ആളുകൾ PhD ക്ലിനിക്കൽ സൈക്കോളജിക്കലായിരിക്കുന്ന വിഷയത്തിൽ PhD നടത്തിയിട്ട് കൗൺസിലറായിട്ടും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ആയിട്ടും അറിയുന്നുണ്ട്. കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം PG ഡിപ്ലോമ എന്ന് പറയുന്നത് ധാരാളം. ഈ PG ഡിപ്ലോമ നേടുന്നതും അത്ര പ്രയാസകരമൊന്നുമല്ല. ഞാൻ ഫറൂഖ് കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്താണ് ഞാൻ അത്യാവശ്യത്തിന് ഏതാനും ദിവസങ്ങളിൽ ലീവ് എടുത്ത് ഏകദേശം 1 മാസത്തോളം കോൺടാക്ട് ക്ലാസ്സിനും പ്രാക്ടീസിനും ലീവ് എടുത്ത് ഞാൻ കൗൺസിലിംഗിന്റെ PG കോഴ്സ് ട്രിവാൻഡ്രത്ത് വെച്ച്, അന്ന് ട്രിവാൻഡ്രത്ത് മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കേരള യൂണിവേഴ്സിറ്റി മാത്രമാണ് കൗൺസിലിംഗിന്റെ കോഴ്സ് അന്ന് നടത്തിയിരുന്നത്. ഇന്നിപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ക്രിസ്ത്യൻ ചെയർ കൗൺസിലിംഗ് കോഴ്സ് നടത്തുന്നുണ്ട്, കൗൺസിലിംഗിന് കോഴ്സ് നടത്തുന്നുണ്ട്. അല്ലാത്ത സ്ഥാപനങ്ങളും ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് തന്നെയുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്, MG യൂണിവേഴ്സിറ്റിയിലുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഹൃദയാരാമം എന്ന് പറഞ്ഞിരിക്കുന്ന കോളേജിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമുക്ക് വേണമെങ്കിൽ വിദൂര വിദ്യാഭ്യാസ രീതിയിൽ ഏതാനും ദിവസങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു അധ്യാപകനോ അധ്യാപികക്കോ ഈ കോഴ്സിന്റെ ഔദ്യോഗികമായിരിക്കുന്ന യോഗ്യത നേടാവുന്നതാണ്. ആരെയും ഭയക്കേണ്ടതില്ല എന്നർത്ഥം. പിന്നീട് ഇവിടെ സൈക്കോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ആള്, സൈക്കോതെറാപ്പി നടത്തുന്ന ആള് പാസ്റ്റിനേക്കാൾ ഏറെ പ്രസന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോറി, yes, he is or she is interested in the past more than present. ഇന്നലേക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് സൈക്കോതെറാപ്പിസ്റ്റ്. കാരണം രോഗത്തെ കുറിച്ചിട്ടുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇൻസൈറ്റ് മോർ ദൻ ചേഞ്ച്, മാറ്റത്തെക്കാളേറെ. സൈക്കോതെറാപ്പിയും കൗൺസിലിംഗും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് മസ്റ്റാണ്. കൗൺസിലിംഗ് പ്രസന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഇന്നിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സൈക്കോതെറാപ്പി ഇന്നലേക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സൈക്കോതെറാപ്പി രോഗത്തിന്റെ വേരുകളെയാണ് കാണുന്നത്. കൗൺസിലർ വേരുകളെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് കാണുന്നത്. സൈക്കോതെറാപ്പി ഒരു ഇൻസൈറ്റ് കൊടുക്കുന്നു, ഒരു ഉള്ളറിവ് കൊടുക്കുന്നു. രോഗത്തെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ച് ഒരു ഉള്ളറിവ് കൊടുക്കുന്നു. മാറ്റത്തെക്കാളേറെ ഉള്ളറിവ് നൽകലാണ് സൈക്കോതെറാപ്പിസ്റ്റിന്റെ മാർഗം എന്നർത്ഥം. തെറാപ്പിസ്റ്റ്, ഡിറ്റാച്ച്മെന്റ് ഓഫ് ദ തെറാപ്പിസ്റ്റ് ഈസ് ഇൻ ഇമ്പോർട്ടന്റ് തിങ്. കൗൺസിലർ ഡിറ്റാച്ച് ചെയ്യുന്നില്ല, തെറാപ്പിസ്റ്റ് ഡിറ്റാച്ച് ചെയ്യുന്നുണ്ട്. രോഗത്തെക്കുറിച്ച് പറയുന്നത് ഒരു ഫാക്ച്വൽ മാർഗനിർദ്ദേശം കൊടുക്കുന്ന ആളിനെ പോലെയാണ് നൽകുന്നത് എന്നർത്ഥം. തെറാപ്പിസ്റ്റ് അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെർട്ടാണ് ഏതെങ്കിലും ഒരു മേഖലയുടെ. കൗൺസിലർ പല മേഖലകളുടേതാകാം. ഫാമിലി കൗൺസിലിംഗ് ആകാം, ഹസ്ബൻഡ് വൈഫ് കൗൺസിലിംഗ് ആകാം, അഡോളസന്റ് കൗൺസിലിംഗ് ആകാം, ദെൻ അഡിക്ഷൻ കൗൺസിലർ ആകാം. പല മേഖലകളിലേക്കുള്ള വ്യാപ്തി കൗൺസിലർക്ക് പരിചയം കൊണ്ടും പഠനം കൊണ്ടും ഉണ്ടാക്കാനിടയുണ്ട് എന്നർത്ഥമുള്ളത്. ഇവിടെ സൈക്യാട്രിസ്റ്റ് ആരാണ്? MBBS പാസ്സായി സൈക്യാട്രിയിൽ ബിരുദാനന്തര ബിരുദം പാസ്സാകുന്ന ആളാണ് സൈക്യാട്രിസ്റ്റ്. മനോരോഗ ചികിത്സകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ചികിത്സക എന്ന് പറയാം. സൈക്യാട്രിസ്റ്റ് മരുന്നുകൊണ്ടാണ് ചികിത്സ നടത്തുന്നത്. ഇതിൽ ഒരു ഓവർലാപ്പിംഗ് ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. കൗൺസിലറും സൈക്യാട്രിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ മത്സര ബുദ്ധിയിൽ അത് നടക്കുന്നില്ല എന്ന് മാത്രം. സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഠന മേഖലയുണ്ട് MSW, സ്പെഷ്യലൈസേഷൻ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്ക്. ദേ ആൾസോ സ്റ്റഡി കൗൺസിലിംഗ്. പല കൗൺസിലർമാരിലും ആദ്യകാല കൗൺസിലർമാർ MSW പഠിച്ചിട്ടുള്ള ആളുകളിൽ നിന്നാണ് വരുന്നത്. സർക്കാർ തലങ്ങളിൽ MSW പഠിച്ചിട്ടുള്ള ആളുകളാണ് പല കൗൺസിലിംഗ് സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ തന്നെ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കൗൺസിലിംഗ് ഈ ആളുകൾക്കൊക്കെയും നടത്താവുന്നതുമാണ്. സൈക്യാട്രിസ്റ്റിന് നടത്താം, സൈക്കോതെറാപ്പിസ്റ്റിന് നടത്താം, കൗൺസിലർക്ക് നടത്താം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് നടത്താം.
പക്ഷേ ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ചർച്ചയ്ക്ക് വരാം. ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ വ്യക്തിയെ വ്യക്തിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ആരാണോ ആ വ്യക്തിയായി മനസ്സിലാക്കുക, ആ വ്യക്തിയായി അംഗീകരിക്കുക. ആ വ്യക്തിയെ ആരാണോ ആ വ്യക്തിയായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. റെസ്പെക്ടിങ് ദ പേഴ്സൺ ആസ് വാട്ട് ഹി ഓർ ഷീ ഈസ്. ഒരു സംശയവും ഇല്ല അക്കാര്യത്തിലുള്ളത്. നമ്മൾ ഒരു മാതൃക വെച്ചുകൊണ്ട് പോകുന്നില്ല എന്നർത്ഥം. ഈ മതപുരോഹിതന്മാര് നടത്തുന്ന, മതപ്രഭാഷകര് നടത്തുന്ന രണ്ടും രണ്ടു കൂട്ടരാണ് കേട്ടോ. പ്രഭാഷകർ മതപുരോഹിതനാകണമെന്നില്ല, മതപുരോഹിതൻ പ്രഭാഷകനാകണമെന്നില്ല, രണ്ടുമാകാവുന്നതുമാണ്. ആ കൂട്ടര് ചെയ്യുന്നത് സത്യത്തിൽ വ്യക്തിയെ ആ വ്യക്തിയായി അംഗീകരിക്കുകയല്ല, അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായി കാണാനുള്ള ശ്രമം നടത്തിക്കൊണ്ടാണ് പരിഹാരത്തിനുള്ള ശ്രമം നടത്തുന്നത്. അതുകൊണ്ടാണ് അത് ഉപദേശമായിട്ട് മാറുന്നത്. ആധികാരികമായ ഒരു പ്രാമാണികത, ഓതന്റിസിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിളിൽ ഒന്നാണ്. നോൺ പൊസസീവ് ആയിട്ടുള്ള ഒരു വാംത്ത്, പൊസസീവ്നെസ് ഇല്ല. അതിനെ കീഴ്പ്പെടുത്തുക എന്നുള്ള മാനസിക തലങ്ങളിൽ ഒരു കൗൺസിലർ ഒരാളിനെ വിധേയത്വമുള്ള ആളാക്കി മാറ്റുന്നില്ല. ചിലപ്പോൾ വിധേയത്വം വല്ലാതെ കാണിക്കുന്ന ആളായി തീരാറുണ്ടെങ്കിൽ തന്നെയും അതിനെ മാറ്റിയെടുക്കുന്നതും കൗൺസിലിങ്ങിന്റെ ഭാഗമാണ്. കൗൺസിലിങ്ങിന് എത്തുന്ന ചിലർ നിരന്തരമായി കൗൺസിലറെ തന്നെ സമീപിക്കുകയോ കൗൺസിലറുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ തൻ്റെ ചികിത്സ ഇടപെടൽ അവസാനിപ്പിക്കേണ്ടുന്ന സന്ദർഭമായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ക്രമാനുസൃതമായിട്ട് ഡിറ്റാച്ച് ചെയ്യേണ്ടതും കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട് എന്നർത്ഥമുള്ളത്. ഇതൊരു നോൺ ജഡ്ജ്മെന്റൽ ഇന്റർവെൻഷനാണ്. വിധി പ്രഖ്യാപനം നടത്തിക്കൊണ്ടിട്ടുള്ള ഇടപെടലല്ല, പക്ഷപാതിത്വത്തോട് കൂടിയിട്ടുള്ളതല്ല. ഒരാൾ മദ്യപിക്കുന്നു, മദ്യപിച്ച് മദ്യത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അയാൾ മദ്യത്തിന്റെ കീഴടങ്ങലിൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഒക്കെ ഉണ്ടാക്കുന്നു. ഒരു ഉപദേശിയാണെങ്കിൽ നീ ചെയ്യുന്നത് ദ്രോഹം എന്നായിരിക്കും പറയുക. ഒരു കൗൺസിലർ അതല്ല, ഇതൊരു രോഗമാണ്, ആ രോഗത്തിന്റെ ഭാഗമാണ് അയാൾ ചെയ്യുന്ന വൃത്തികേടുകൾ എന്നോ ഇൻവെർട്ടഡ് കോമ വൃത്തികേടുകൾ എന്നോ സദാചാര ലംഘനമോ എന്നോ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ആക്സെപ്റ്റിംഗ് ആസ് വാട്ട് ഹി ഓർ ഷീ ഈസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഒരു വ്യക്തിയുടെ വളരെ വളരെ രഹസ്യ സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും ചികിത്സ നടത്തുന്ന ഒരു കേന്ദ്രത്തിൽ ഓണററി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ വളരെ പ്രയാസപ്പെട്ട ഒരു കേസ് കൗൺസിലേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒന്നിച്ച് നമുക്ക് നോക്കേണ്ടി വരും സാർ എന്ന് പറഞ്ഞിട്ട് ഞാനും അത് കൂലങ്കഷമായി മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഒരു സംഗീത അധ്യാപിക, ഒരു ചിത്രം വരയ്ക്കുന്ന അധ്യാപകൻ മദ്യത്തിന് കീഴടങ്ങി വളരെ വളരെ സാഹസികമായ രീതിയിൽ ചികിത്സക്ക് ഭാര്യ എത്തിച്ചു. അയാൾ തയ്യാറായിരുന്നില്ല. നിരന്തരമായ കൗൺസിലിംഗ് കൊണ്ട് മുക്തി നേടി സുബോധാവസ്ഥ നിലനിർത്താൻ സാധിച്ചു. 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഫോളോ അപ്പിന് വരുന്ന തുടർച്ചാ കൗൺസിലിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൗൺസിലറോട് അറിയിച്ചത്, എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യം പറയാനുണ്ട് സർ എന്ന് ഭാര്യ പറഞ്ഞത്. സുബോധാവസ്ഥ നിലനിർത്തുന്നു, അയാൾ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു, അയാളുടെ സ്കൂളിലുള്ള കലാപ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല മറ്റ് നേതൃത്വം നൽകാവുന്ന പ്രവർത്തനങ്ങളിലും പങ്കാളിയാവുന്നു എന്നൊക്കെയുള്ളത് അവളെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. മദ്യപാനം അത് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിരുന്ന ഘട്ടത്തിൽ നിന്നാണ് പുനർനിർമ്മാണം സാധ്യമാക്കിയെടുത്തിട്ടുള്ളത്, റീബിൽഡിങ് സംതിങ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അസ്വസ്ഥയായിരുന്നു ഭാര്യ ഒറ്റയ്ക്ക് പറഞ്ഞു, എനിക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് സർ, ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കത് തിരുത്തണം, എനിക്കതിന് എൻ്റെ ഭർത്താവിനോട് മാപ്പ് പറയണം. പക്ഷെ അത് പറയുന്നതോടുകൂടി അയാൾ വീണ്ടും മദ്യപിക്കുമോ എന്നുള്ള ഭയം എന്നെ വല്ലാതെ അലട്ടുകയും ചെയ്യുന്നുണ്ട്. കാര്യം അറിഞ്ഞത് സത്യത്തിൽ തെറ്റ് ചെയ്തതല്ല, തെറ്റ് ചെയ്യിപ്പിച്ചതായിരുന്നു. ഭർത്താവിന്റെ മദ്യപാന കാലത്ത് കൂടെ മദ്യപിക്കുന്ന ഒരു സുഹൃത്ത് പാതിരാത്രിയിൽ മദ്യപിച്ച് കൂത്താടിയ
അധ്യാപകനെയും കൊണ്ട് വരുമ്പോൾ പലപ്പോഴും ഭാര്യയോട് സംസാരിക്കുകയും ഇയാളിന്റെ ഭാര്യയോട് സംസാരിക്കുകയും ഒരു തവണ കീഴടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്ന കുറ്റബോധം. നോക്ക്, എന്ത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഭർത്താവിനോട് തന്നെ പറയണോ എന്നുള്ളതാണ് പ്രശ്നം. പറഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ളത് എന്റെ പ്രശ്നം. ഒരു കൗൺസിലർ അനേകം രഹസ്യങ്ങൾ തലയിൽ കാത്തു സൂക്ഷിച്ച് എനിക്കൊക്കെ പറ്റിയ പോലെ അകാലത്ത് തലമുടി നരച്ചു പോവും എന്നർത്ഥം. അത്രക്ക് പ്രശ്നങ്ങളാണ് കേൾക്കുന്നത്. ഒരു കൗൺസിലറുടെ അടുത്ത് വന്നിട്ട്, അല്ലെങ്കിൽ കൗൺസിലിംഗ് നടത്തുന്ന ഒരു അധ്യാപകന്റെ അടുത്ത് വന്നിട്ട്, അധ്യാപികയുടെ അടുത്ത് വന്നിട്ട്, സാറേ എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട്, നിങ്ങൾ ഒരു കൗൺസിലിംഗ് നടത്തിക്കോ എന്ന് പറയില്ല. അല്ലെങ്കിൽ എനിക്ക് വലിയ വിജയം ഉണ്ടായി, ഒരു കൗൺസിലിംഗ് നടത്തിക്കോ എന്ന് പറയില്ല. കൗൺസിലിങ്ങിന് വരുന്ന ഏതൊരാൾക്കും ഉണ്ടാവുക സങ്കടങ്ങളും വിഷമങ്ങളും അപര്യാപ്തതയും അല്ലെങ്കിൽ കഴിവില്ലായ്മയും ഒക്കെ ആയിരിക്കും എന്നുള്ളത്. ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നു. സാർ, എനിക്ക് മരിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നാ പോയി മരിച്ചടാന്നായിരിക്കാം ചിലർ പറയുക. അത് അഗാധമായ മുറിവുണ്ടാക്കും. എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം എന്നുള്ള അന്വേഷണമായി. 2 ദിവസം ഒന്നും പറഞ്ഞില്ല. 3-ാമത്തെ ദിവസം ക്യാമ്പസിലൂടെ നടന്ന് ഒരു മൂലയിൽ പോയി ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത്, സർ, ഞാൻ ഒരു ഒസാൻ വിഭാഗത്തിൽപ്പെട്ട പയ്യനാണ്, ബാർബർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, മുസ്ലിം ബാർബർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്. ഞാൻ ചോദിച്ചു, അതിനെന്താണ്? സാർ, എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് കോളേജിലേക്ക് വരുമ്പോൾ എന്നെ അപമാനിക്കുവാനായിട്ട് റോട്ടിലൊക്കെ ആളുകൾ ഉണ്ടാവും. എന്തിനാണടാ പോകുന്നത്, ഇതിനല്ലേ എന്ന് പറയുന്നത്, ഷെയ്വ് ചെയ്യാനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എത്ര പഠിച്ചാലും നീ അതിലേക്ക് തന്നെയല്ലേ പോകുക എന്നുള്ളത്. പിന്നെ ഫറൂഖ് കോളേജിൽ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. 6 ആഴ്ചകളാണ് അവനെ ഈ വിഷയം ബോധ്യപ്പെടുത്തിയെടുക്കാൻ തന്നെ എടുത്തിട്ടുള്ളത്. അത്രമാത്രം അവന്റെ പ്രദേശത്ത് നിന്നും അവന്റെ കുടുംബത്തിൽ നിന്നും പോലും ഈ താഴ്ന്ന ജാതിയുടെ അധമത്വ ബോധം ഊട്ടിയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളത്. നമുക്കിത് നമ്മുടെ സഹപ്രവർത്തകരോട് പോലും പറയാൻ പറ്റുകയില്ല. കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത് ഏറ്റവും അഗാധമായ തലത്തിൽ വെച്ച് പുലർത്തുന്ന ഒരാളാണ് കൗൺസിലർ എന്നുള്ളത് കൊണ്ട് വളരെ വസ്തുനിഷ്ഠമായ അന്വേഷണമാണ് കൗൺസിലർ നടത്തുന്നത്. ഒബ്ജക്റ്റീവായിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഇനീഷ്യേറ്റിംഗ് പ്രോബിംഗ് ദ ഇഷ്യൂസ് വിത്ത് ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. അന്വേഷണം നടത്തുന്ന പ്രോബിംഗ് ആണല്ലോ ഇതുള്ളത്. പലപ്പോഴും നമുക്ക് ബാഹ്യനേത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പുറം ചിന്ത കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആഴങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഉള്ളത്, ഒരു മാത്തമാറ്റിക്സ് പഠിക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ മദ്യപാനിയാണ് എന്നുള്ളത് അത് ഒരിക്കലും ബാഹ്യതലത്തിൽ കുട്ടികൾ അത് പറഞ്ഞുകൊള്ളണമെന്നില്ല. ഇവിടെയാണ് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള ശ്രമം കൗൺസിലർ നടത്തുന്നത്. കൗൺസിലർ ഒരു സഹായിയാണ്, ഒപ്പം തന്നെ കൂടെ സഞ്ചരിക്കുന്ന ആളുമാണ്. കൗൺസിലർ മാനുഷികമായിരിക്കുന്ന നന്മകളിൽ വിശ്വസിക്കുന്ന ആളാണ്, പക്ഷെ അത് അടിച്ചേൽപ്പിക്കുന്നില്ല. കൗൺസിലർ ഏതൊരു വ്യക്തിക്കും ഡിഗ്നിറ്റി ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ആളാണ്, എന്നാൽ ആ ഡിഗ്നിറ്റി തകർന്നിട്ടുള്ള ഒരു മനുഷ്യനെ പരിഹസിക്കുന്നില്ല. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷനിൽ ആണെന്ന് കരുതുന്ന ആളാണ് കൗൺസിലർ. അവൻ ഇന്നതല്ലേ, അവൻ ഇന്ന ജാതിയിൽപ്പെട്ടതല്ലേ, അതുകൊണ്ട് അവൻ ആ സ്വഭാവം കാണിക്കും. ഞാനിതൊക്കെ പല അധ്യാപകരും പറഞ്ഞു കേട്ടിട്ടുള്ള വാചകമാണുള്ളത്. മൾട്ടി ഡയമെൻഷനിലാണ്, ജാതി മാത്രമല്ല, പല ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരാളിന്റെ വ്യക്തിത്വം ഉണ്ടാകുന്നത്. വ്യക്തിത്വത്തിനെ കുരുകിയിരിക്കുന്ന ആൾപോർട്ടിനെ പോലെയുള്ള മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ജന്മനാ കൈവരിച്ചതും നേടിയെടുത്തതുമായിരിക്കുന്ന അസ്ക്രൈബ്ഡ് ആൻഡ് അക്വയർഡ് ട്രൈറ്റ്സ് എന്നാണ്, അതിന്റെ കൂട്ടായ്മയാണെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ടോട്ടാലിറ്റിയാണ്, ടോട്ടാലിറ്റി ഓഫ് അസ്ക്രൈബ്ഡ് ആൻഡ് അക്വയർഡ് ട്രൈറ്റ്സ്. അസ്ക്രൈബ്ഡ് ട്രൈറ്റ്സ് ആണെന്ന് വെച്ചാൽ വളരെ കുറവാണ്. നിറം, ചിലപ്പോൾ മുടി, ചിലപ്പോൾ ശരീരത്തിന്റെ വലുപ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം, ഇതൊക്കെയാണ് അസ്ക്രൈബ്ഡ് ആയിട്ട് കിട്ടുന്നത്. എന്നാൽ കുട്ടിയുടെ കഴിവ്, വിദ്യാർത്ഥിയുടെ കഴിവുകേട്, രുചി, സാംസ്കാരികമായ കാര്യങ്ങൾ, വ്യക്തിത്വത്തിന്റെ തന്നെ ബാഹ്യതലത്തിലും ആന്തരിക തലത്തിലുമുള്ള പല 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 കാര്യങ്ങൾ ഒക്കെയും തന്നെയും നേടിയെടുക്കുന്നതാണ്, അക്വയർഡ് ആണ്, ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് രണ്ടിന്റെയും കൂടെ ചേരുവയാണ്. അതുകൊണ്ട് തന്നെ
ജന്മവാസനയാണ് എന്ന് പറഞ്ഞ് പ്രശ്നം അവനെ കുറിച്ച് വല്ലാതെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് ജന്മവാസനയാണ്, അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് തള്ളുന്നില്ല, എന്ന് പറഞ്ഞ് വിഭാഗീകരിക്കുന്നില്ല, എന്ന് പറഞ്ഞ് ശ്രേണീകരിക്കുന്നുമില്ല, അതിനെ ഒരു സ്ട്രാറ്റിഫൈഡ് ആയിട്ട് താഴ്ചയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുമില്ല. മറിച്ച് മൾട്ടി ഡയമെൻഷനലായ പേഴ്സണാലിറ്റിയെ പല തലങ്ങളിലുള്ള പല മാനങ്ങളുള്ള വ്യക്തിത്വത്തെ തിരിച്ചറിയുവാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വൽ യുണീക്കാണ്. ആ ഒരു വിചാരത്തിൽ ഇതൊക്കെയും തന്നെ നോക്കൂ, ഒരു ഫലപ്രാപ്തിയുള്ള അധ്യാപകന്റെയോ അധ്യാപികയുടെയോ കാഴ്ചപ്പാട് കൂടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി ആരോ ആ വ്യക്തി അങ്ങനെ തന്നെ എന്നുള്ളത് അംഗീകരിക്കുക, ആധികാരികതയും പ്രാമാണികതയോടും കൂടിയിട്ടുള്ള ഒരാളായിരിക്കുക, തീരുമാനങ്ങൾ നേരത്തെ എടുത്ത ഒരാളല്ല. ഇതൊക്കെ നോക്കുക, അധ്യാപകനോ അധ്യാപികക്കോ വെച്ച് പുലർത്താവുന്ന സവിശേഷ ഘടകങ്ങളാണ്. അതിലാണ് പറയുന്നത് ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയും തുല്യതയില്ലാത്ത വിധത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളാണ്, യുണീക്കാണ്. ഇംഗ്ലീഷിലെ വാക്കിന് തന്നെയാണ് യുണീക്കാണ് എന്നുള്ളതാണ്. ഓരോ വ്യക്തിക്കും മാറാനുള്ള ഇച്ഛാശക്തിയും മാറാനുള്ള കഴിവും ഉണ്ട്. പൊട്ടൻഷ്യാലിറ്റി ഫോർ ദ നോർമൽ ഗ്രോത്ത് ആൻഡ് ദ ചേഞ്ച് അത് ഓരോരോ വ്യക്തിക്കും ഉണ്ട്. ഇതൊക്കെ ഇവ നന്നാകുകയല്ല, ഒരു കൗൺസിലർ ഒരിക്കലും അത് പറയില്ല, ഒരു അധ്യാപകനോ അധ്യാപികയും അത് പറയുകയില്ല. സയന്റിഫിക്കലി ശാസ്ത്രീയമായ മാർഗങ്ങൾ വളരെ ലളിതമായി പഠിച്ചുകൊണ്ട് പ്രയോഗിക്കുവാനുള്ള ശ്രമം നടത്തുന്ന ആളാണ് കൗൺസിലർ എന്നർത്ഥമുള്ളത്. കൗൺസിലർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ഗോൾസ് ഓഫ് കൗൺസിലർ. മേക്ക് എ ഫീലിംഗ് ദാറ്റ് യു ആർ നോട്ട് അലോൺ, നീ ഒറ്റക്കല്ല എന്നുള്ളത്. ഈ ഒറ്റയായിരിക്കുന്ന സമയത്താണ് വരുന്നത് എന്നുള്ളത്. ഒരു അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു കേസിലേക്ക് ഞാനത് പറയട്ടെ ഉള്ളത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക്, ശക്തമായ തരത്തിലുള്ള പ്രശ്നം, സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ മനസ്സിലായി ഇയാൾക്ക് വൈയക്തികമായിരിക്കുന്ന പേഴ്സണാലിറ്റിയുടെ ഒരു ഡിസോർഡർ ഉണ്ട് എന്നുള്ളത്. ഞാൻ ആ രോഗത്തെ എന്താണെന്നുള്ളത് പറയുന്നില്ല. ക്രൂരമായ തരത്തിൽ പരിഹസിക്കുക, പരിഗണന എന്ന് പറയുന്നത് നൽകാതിരിക്കുക, അപമാനിക്കുക, ചില സന്ദർഭങ്ങളിൽ ശാരീരികമായ ആക്രമണങ്ങൾ നടത്തുക, താൻ പിടിച്ച കൊമ്പ് 5 കൊമ്പുള്ള ഒരു മുയലിൻ്റെതാണ് എന്ന് വിചാരിക്കുന്ന തരത്തിൽ, ടണൽ വിഷൻ എന്നാണ് ഇതിന് പറയുക, ഒരു കുഴൽ വെച്ചുകൊണ്ട് നോക്കുന്ന തരത്തിലാകുക. ഇങ്ങനെ പറയുന്ന പലതരത്തിലുള്ള വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ വിശേഷങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് ഇയാളിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അതിൻ്റെ ഉള്ളത്. നമ്മൾ പല തരത്തിൽ വിളിക്കുന്ന ഈ തരത്തിലുള്ള അസ്വസ്ഥതകൾ പല ആളുകൾക്കും ഉണ്ടാവുകയും അത് ചിലർ മനസ്സിലാക്കുകയും ചിലർ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യും. ഇത് ഭാര്യയോടൊക്കെ കാണിക്കും, ഭാര്യയുടെ അമ്മ അത് ഭർത്താവിന്റെ അമ്മ അത് സമ്മതിക്കാൻ ഇടയില്ല എന്നർത്ഥമുള്ളത്. ഇവിടെയാണ് വളരെ വിഷമം പിടിച്ചു വരുന്ന ഒരാളിനോട് നമ്മൾ പറയുന്നത്, മനസ്സുകൊണ്ട് പറയുന്നത്, ഒറ്റക്കല്ല, നീ ഒറ്റക്കല്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളോട് പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് യു ആർ നോട്ട് അലോൺ, ഐ ആം വിത്ത് യു, കൂടെ ഉണ്ട് എന്നുള്ള വാക്ക് പറയുന്നത്. ഇവിടെ സ്ട്രെസ്സിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, പ്രഷറിൽ നിന്ന്, ആന്തരിക തരത്തിലുള്ള സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് മറ്റൊരു ലക്ഷ്യം. മൂന്നാമത്തത്, എന്താണോ ആ വ്യക്തിയുടെ പ്രശ്നം, വ്യക്തിയുടെ കഴിവ്, വ്യക്തിയുടെ പൊട്ടൻഷ്യൽസ് എന്നുള്ളവ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു കൗൺസിലിംഗ് റൂമിലെത്തിയ ഒരു കേസ് എനിക്ക് ഓർമ്മയുണ്ട്. MTech കഴിഞ്ഞിട്ടുള്ള ആളാണ്, അതും മെറിറ്റിൽ MTech IIT-യിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ കുറഞ്ഞ ആത്മാഭിമാനമേ ഉള്ളൂ. ഈ ആത്മാഭിമാനമില്ലായ്മ കൊണ്ട് ഇയാൾ വിവാഹിതനാകാൻ താല്പര്യമുണ്ടായിട്ടും അതിന് മുതിരാതിരിക്കുന്നു. ആ കേസുമായാണ് കൗൺസിലിംഗ് റൂമിൽ അച്ഛനും അമ്മയും ഇയാളിനെ കൊണ്ടുവന്നത്. സൂക്ഷ്മാന്വേഷണത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, കുറഞ്ഞ ആത്മാഭിമാനം, കുറഞ്ഞ ആത്മവിശ്വാസം അയാൾ വെച്ചു പുലർത്തുന്നത് അയാളിന്റെ പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാകുന്നത് കൂടി നിലനിൽക്കുന്നതോടുകൂടി തന്നെയാണെന്നുള്ളത്. അതല്ല അയാൾ കാണുന്നത് എന്നുള്ളത്. എന്നിട്ട് പലപ്പോഴും അച്ഛനോടും അമ്മയോടും ഒക്കെ വഴക്കുണ്ടാകും, ദേഷ്യപ്പെടും, പൊട്ടിത്തെറിക്കും ഒക്കെ ഉള്ളതുള്ള. ഞാൻ പറഞ്ഞു വരുന്നത്,
അയാളിന്റെ സ്ട്രെങ്ത്തും പൊട്ടൻഷ്യൽസും പോസിറ്റീവായിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഘടകങ്ങളും ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. ബോധ്യപ്പെടുത്തുക. അയാൾ സമ്മതിക്കില്ല. നിങ്ങൾ എന്ത് വൃത്തിയായിട്ടാണ് കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലിപ്പോ എന്താ സർ, ഇതിലിപ്പോ എന്താ സർ എന്നായിരിക്കും പറയാ. നിങ്ങൾ എത്ര കാര്യത്തെ ആലോചിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിപ്പോ ആരാ ചെയ്യാത്തത് സർ? എന്നാലോ ആരെങ്കിലും ചെയ്യുന്നത് ചെയ്യാൻ പറ്റാത്തതോ ഭാഗികമായി ചെയ്യുന്നതോ ആണെങ്കിൽ അതിനെ വളരെ 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 വലുതാക്കി കാണുകയും ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് കൗൺസിലർ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യുന്നതിന്, എൻഹാൻസിങ് കോമ്പിറ്റൻസി, ഒരു വ്യക്തിയുടെ കഴിവിനെ വളർത്തിയെടുത്തുകൊണ്ടിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. സോ ഹി ഓർ ഷീ ക്യാൻ ഡെവലപ്പ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം എനിക്ക് എന്നെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ്. ആ ധാരണ ആത്മാഭിമാനം എന്ന വാക്കുകൊണ്ടാണ് ഇതിനെ വിവക്ഷിക്കുന്നത്. ആത്മാഭിമാനം എന്ന് പറയുമ്പോൾ അഹങ്കാരത്തിന്റെയോ അഭിമാനത്തിന്റെയോ അഹന്തയുടേതല്ല. എനിക്ക് എന്നെ കുറിച്ചിട്ടുള്ള ധാരണ. ഈ ധാരണ കുറഞ്ഞിരിക്കുന്ന ആളുകളാണ് സ്ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ. അവർക്കാണ് സാധാരണ രീതിയിൽ ആത്മവിശ്വാസവും കുറവുണ്ടാകുക. അപ്പം സെൽഫ് എസ്റ്റീം കൂട്ടാനുള്ള യത്നങ്ങൾ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്കിടയിൽ, ചില ആളുകൾക്കിടയിൽ ചെയ്യേണ്ടി വരുന്നുള്ളതാണ്. ആൻഡ് വി വിൽ ട്രൈ ടു മേക്ക് ദ പേഴ്സൺ ആസ് വാട്ട് ഹി ഓർ ഷീ ഈസ്. യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള സഹസഞ്ചാരത്തിൽ നിന്ന് അതിനുള്ള ഒരു പദ്ധതിയിലേക്ക് വ്യക്തിയെ എത്തിക്കുന്നു. വ്യക്തിക്ക് ചിലപ്പോൾ മാർഗനിർദ്ദേശം നൽകുന്നു. ഇത് എങ്ങനെയാണ് നമുക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കുക എന്നുള്ളത്. റെഡിനെസ് ടു ഫേസ് ദ സിറ്റുവേഷൻ, റെഡിനെസ് ടു ഫേസ് ദ സിറ്റുവേഷൻ. അത് മുൻകാലത്ത് നിന്ന് നടന്നിട്ടുള്ള ഈ സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു ആൺകുട്ടി കൗൺസിലിങ്ങിന് വന്നത് ഓർമ്മയുണ്ട് എനിക്ക്. സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു ആൺകുട്ടി പലപ്പോഴായിട്ട് ഇതിന് അതുണ്ടാക്കിയിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും, പ്രത്യേകിച്ചത് അവൻ അറിയാവുന്ന കുടുംബാംഗങ്ങളിൽ നിന്നും ഒരധ്യാപകനിൽ നിന്നും, മദ്രസയിൽ പഠിപ്പിച്ച അധ്യാപകനിൽ നിന്നുമാണ് എന്നുള്ളത് വെച്ചത് കൊണ്ട് തന്നെ അവന് ലോകത്തോട് തന്നെയുള്ള അറപ്പാണ് ഉള്ളത്. ലോകത്തോട് വെറുപ്പാണ്, ലോകത്തോട് വിദ്വേഷമാണ്. ഈ കുട്ടിയെ ഇതിനെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഈ കുട്ടിയെ ഇതിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തലയിൽ നിന്ന് ഇതിനെ എടുത്ത്, അതും വിവാഹത്തിന്റെ ആദ്യഘട്ടത്തിലൊന്നും അല്ല ഉള്ളത്. ഫറൂഖ് കോളേജിൽ വെച്ചൊരു പെൺകുട്ടി വന്നിട്ടുള്ളത് പറഞ്ഞ എനിക്ക് മറക്കാനാവാത്തൊരു കൗൺസിലിംഗ് കേസാണ് അതുള്ളത്. ഒന്നാന്തരമായിട്ട് പഠിക്കും. ആൻഡ് ഷീ വാസ് എ സ്റ്റുഡന്റ് ഇൻ സോഷ്യോളജി, ബിലീവ് മീ. ഒന്നാന്തരമായിട്ട് പഠിക്കും. 95+ മാർക്കിലാണ് ഹ്യൂമാനിറ്റീസ് പാസ്സായിട്ടുള്ളത്. ഈ കുട്ടി ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ പലപ്പോഴും സൂയിസൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് സർ, അത് ആരോടെങ്കിലും പറയണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നോട് തന്നെ പറയണം, സാറിനോട് പറയണം തോന്നിയത് കൊണ്ടാണ്. സൂക്ഷ്മമായി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടി സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത്. അത് കൂടെയുള്ള 8ാം ക്ലാസ്സിൽ വെച്ച് ഇത് ആരംഭിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ വെച്ച് അത്ര ശാരീരികമായിട്ട് അങ്ങനെ ഒരു വലിയ ഹൈറ്റോ വെയിറ്റോ ഒന്നും ഇല്ലാത്തൊരു കുട്ടി ആയതുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു കസിൻ ശാരീരികമായിട്ട് ദുരുപയോഗപ്പെടുത്തുകയും, സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിട്ടുമില്ല, അതും ആലോചിക്കാനുള്ളത്, ദുരുപയോഗപ്പെടുത്തുകയും എന്നിട്ട് പ്രതിഫലം കൊടുക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ അകത്തുള്ളത്. ചോക്ലേറ്റ്സ് കൊടുത്തു, ഒരിക്കൽ കുറച്ച് പൈസ കൊടുത്തു, എന്നിട്ട് അവന്റെ കൂട്ടുകാരനെ കൊണ്ടുവന്ന് ഇത് ചെയ്തതിന്, ഇതിങ്ങനെ ചെയ്യിപ്പിച്ചതിനുള്ളതും കൊടുത്തു. 2 ആളിനെ കൊണ്ട് സെക്ഷൽ അബ്യൂസ് ചെയ്യിപ്പിച്ചു. ഈ കുട്ടി അതൊക്കെ മറന്ന് പഠിച്ച് കോളേജിൽ ഡിഗ്രി പഠിക്കാൻ വന്ന 2ാമത്തെ വർഷമാണ് ഇത് അറിയിക്കുന്നത്. മനസ്സിന്റെ ഉള്ളിൽ ഇത് ഉണ്ടായിരുന്നു എന്ന് അർത്ഥമുള്ളത്. അപ്പൊ വളരെ നീണ്ടു നിന്ന 2, 3, 4 സെഷനിൽ നിന്നാണ് സെക്ഷൽ അബ്യൂസ് അല്ല, ഇന്റർകോഴ്സ് അല്ല എന്നുള്ളത്. ഇവളുടെ വാദം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് സാർ എന്നാണ് പറഞ്ഞത്. ഞാനൊരു കമേഴ്സ്യൽ സെക്സ് വർക്കറാണ്. ഹൗ ഡു യു ഡിഫൈൻ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചു. അപ്പോഴേ അവള് പറഞ്ഞു, സർ ഞാനൊരു അത്യാവശ്യത്തിന് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, കമേഴ്സ്യൽ സെക്സ് വർക്കർ അല്ലേ എന്ന്. കമേഴ്സ്യൽ സെക്സ് വർക്കർ ആണ് എന്നതിന് നിർവചനം കൊടുക്കുമ്പോൾ ശാരീരികമായ ദുരുപയോഗത്തിനോ ഉപയോഗത്തിനോ അനുവാദം കൊടുത്ത് അതിന് പ്രതിഫലം ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന ആളാണെന്നാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ
ഇവര് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരും, പൈസ തരും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഐ ആം എ പ്രോസ്റ്റിറ്റ്യൂട്ട്. 6 മാസം എടുത്തിട്ടുണ്ട് ആ കുട്ടിയില് ബിഹേവിയർ തെറാപ്പി നടത്തിയിട്ട് ആ ധാരണയിൽ നിന്ന് മാറി ഉയരങ്ങളിലേക്ക് പോകാനുള്ളത്. ഞാൻ ഐഡന്റിറ്റി മനസ്സിലാക്കാനുണ്ട്. ഇന്ത്യയിലെ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും വേണമെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളത്, PhD ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ പറയുന്നത് ഈ തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള വസ്തുനിഷ്ഠാപരമായിരിക്കുന്ന അന്വേഷണമാണ് നടത്തുന്നത്. ക്രിയേറ്റിംഗ് എ മ്യൂച്വൽ കൺസെന്റ്. രണ്ടുപേരും തയ്യാറാകേണ്ടതുണ്ട് അതിൻ്റെ അകത്തുള്ളത്. റെഡിനെസ് ടു എക്സ്പ്രസ് ദ പ്രോബ്ലം ആൻഡ് ഇൻഡിവിജ്വൽ നീഡ് ഹെൽപ്പ്. ആ ഹെൽപ്പ് പ്രൊഫഷണൽ ഹെൽപ്പാണ്. ആൻഡ് an individual need help in finding out a solution. ഇതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സെഷൻ, എന്നിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാം. കൗൺസിലിംഗ് ഈസ് എ തെറാപ്യൂട്ടിക് പ്രോസസ് ഓഫ് അസിസ്റ്റൻസ്. കൗൺസിലിംഗ് ഈസ് എ തെറാപ്യൂട്ടിക് പ്രോസസ് ഓഫ് അസിസ്റ്റൻസ് extended by an expert in an individual or group situation who are in need. ഇതിനെ നമുക്കൊന്ന് വിഘടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ, റീച്ചിങ് ഔട്ട് സമ്മൺ, ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് എത്തുന്നു. 2, നമ്മൾ കൺസേൺ കാണിക്കുന്നു, ഷോയിങ് കൺസേൺ. നമ്പർ 3, ലിസണിങ് എംപത്തറ്റിക്കലി. എംപതി, സാത്മ്യം പ്രാപിക്കുക, താതാത്മ്യം പ്രാപിക്കുക, അനുകമ്പയല്ല, ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുക. ലിസണിങ് എംപത്തറ്റിക്കലി, അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ശ്രദ്ധയോടുകൂടെ കേട്ട് ഗ്രഹിക്കുന്നു. പ്രോബിംഗ് ദ ഇഷ്യൂസ്, അടുത്ത ഘട്ടത്തിലെത്തുമ്പോൾ പ്രോബിംഗ് ദ ഇഷ്യൂസ്, എൻകറേജിങ് ആൻഡ് സപ്പോർട്ടിംഗ് ടു ഫൈൻഡ് ഔട്ട് ഓർ സോൾവ് ദ പ്രോബ്ലം, ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. എൻകറേജിങ് ആൻഡ് സപ്പോർട്ടിംഗ് ടു, അത് നമ്മൾ അതിനെ എൻകറേജ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കാനുള്ള പ്രാപ്തി കൊടുക്കുന്നു, പരിഹാരം കാണാൻ അവരെ തയ്യാറാക്കുന്നു. അവസാനത്തെ ഘട്ടത്തിൽ ഈ പരിഹാരം നടപ്പിൽ വരുത്താനുള്ള സഹായം ചെയ്യുന്നു. ഈ പരിഹാരം നടപ്പിൽ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള തൻ്റെ ഇടവും ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ ഘട്ടത്തിൽ തുടർ പരിപാടികൾ, തുടർ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. കൗൺസിലിംഗ് ഈസ് എ സയന്റിഫിക് പ്രോസസ്, therapeutic process of an assistance extended by an expert in counseling, expert in psychology or sociology or psychiatric sociopath, in an individual, ഒരു വ്യക്തിയിൽ, or a group situation who are in need, അവർക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ. So this is what is counseling. എന്താണ് ഇനി കൗൺസിലിംഗ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഉണ്ടെങ്കിൽ അത് വിശദീകരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. I stop here and ready to listen. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടോ? ഒരു അധ്യാപികക്ക് ഇതിൽ നിന്ന് എന്ത് നേടാനുണ്ട്? എന്തെങ്കിലും അവ്യക്തതയുണ്ടോ? പ്ലീസ്. ഗുഡ് ഈവനിങ് സർ. പ്ലീസ്. സർ, മൈസെൽഫ് രേഖശ്രീ, NSS കോളേജ് പന്തളത്തിലാണ്. എനിക്കുള്ള ഒരു സംശയം സർ, ഇപ്പൊ നമ്മളടുത്ത് കൗൺസിലിങ്ങിനായിട്ട് വരുന്ന വ്യക്തി, അവരുടെ മനസ്സിൽ അവർക്ക് പറ്റിയ ഒരു അബദ്ധം നമ്മളോട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, ആസ് എ കൗൺസിലർ ഷുഡ് ബി മെയിൻറ്റെയിൻ ക്ലാരിഫിക്കേഷൻ, അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുക അത് അബദ്ധം തന്നെയായിരുന്നു, തെറ്റല്ല എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ടോ? Or how are we going to solve that problem in their mind? Thank you, teacher. It's a very important thing. നമ്മളടുത്ത് എത്തുന്നത് ഇത് കുറ്റമാണ്, പാപമാണ് എന്നുള്ളിടത്തല്ല നമ്മൾ എത്തിക്കുന്നത്. ഇതൊരു അവസ്ഥയാണ് എന്നുള്ളതാണ്, ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ്. ദിസ് ഈസ് ബോത്ത് ആർ ഡിഫറെന്റ്. രണ്ട് നല്ല വ്യത്യാസമുണ്ട് ഉള്ളത്. ഈ അവസ്ഥയെ ചിലർ കുറ്റമെന്ന്, ഈ അവസ്ഥയെ അച്ഛനമ്മമാർ പാപമെന്ന്, അല്ലെങ്കിൽ മതപ്രഭാഷകര് അത് ദ്രോഹമെന്ന്, സാമൂഹ്യ ദ്രോഹമെന്ന് വിലയിരുത്തുന്നു. അമിത മദ്യാസക്തിയെ പോലും ഒരു പാപമായോ കുറ്റമായോ ദ്രോഹമായോ ഒരു കൗൺസിലർ കണക്കാക്കുന്നില്ല. അതൊരു രോഗമാണ് എന്ന് തെളിയിക്കപ്പെട്ടത് കൊണ്ട് രോഗമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു.
അപ്പോൾ ഒരു കുറ്റബോധമില്ലാത്ത തരത്തിൽ, ടീച്ചർ ചോദിച്ചിരിക്കുന്നതിനുള്ള ലളിതമായ ഉത്തരതാണ്, കുറ്റബോധമില്ലാത്ത തരത്തിൽ, പാപബോധമില്ലാത്ത തരത്തിൽ, ആത്മാഭിമാനം കുറയാത്ത തരത്തിൽ ആ അവസ്ഥയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ആ അവസ്ഥയുടെ ഓരോരോ പ്രത്യാഘാതങ്ങളും വിവരിച്ചു കൊടുക്കുന്നു. വിവരിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് തന്നെ, വിദ്യാർത്ഥിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നത് എന്നർത്ഥമുള്ളത്. നമ്മൾ പാപഭാരം കൂട്ടുന്നില്ല. അപ്പൊ സെയിം എക്സാമ്പിൾ യു ക്യാൻ ടേക്ക്. ഐ എം എ പ്രോസ്റ്റിറ്റ്യൂട്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ 3 or 4 തവണ ഞാൻ എന്റെ കസിനും കസിന്റെ സുഹൃത്തിനും വഴങ്ങിക്കൊടുത്ത് പ്രതിഫലം വാങ്ങിയിരിക്കുന്നു. ഞാനൊരു കമേഴ്സ്യൽ സെക്സ് വർക്കർ അല്ലേ? ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ആണ് താനും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോർ കൈൻഡ് ഓർ ഫോർ ക്യാഷ് എന്നുള്ളതാണ് ഇതിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വസ്തുവിനോ പണത്തിനോ വേണ്ടി ശാരീരികമായ വീഴ്ച ആണോ പെണ്ണോ നടത്തി കൊടുക്കുന്നതാണ് സെക്സ് വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ ഒരു കുറ്റബോധം ഇല്ലാത്ത തരത്തിൽ ഈ അവസ്ഥയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഐ ക്യാൻ ഡിസെക്ട് ദ കേസ് ഓഫ് താഴ്ന്ന ജാതി എന്നുള്ളത്. ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ജാതി ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇസ്ലാമിന് ജാതി ഇല്ല എന്നാണ് പറയുക. ഇത് ജാതി ബോധം എന്ന് പറയുന്നത് ഹൈന്ദവ ജാതിയിൽ നിന്ന് തന്നെ അരികു പിടിച്ചുകൊണ്ടിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്ട്രാറ്റിഫിക്കേഷനാണ്. ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ലാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. നമ്മളിത് വളരെ വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ചിന്തിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് വി നെവർ അഡ്വൈസ്, വി നെവർ ഗിവ് റെഡിമെയ്ഡ് സൊല്യൂഷൻ. ഇത് ബോധ്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിൽ നിന്നാണ് നമുക്ക് ഒരു പിടി കിട്ടുക. അവരെ മാറ്റം ഉണ്ടാക്കിയെടുക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുക. പ്ലീസ്. ടീച്ചർ ഇതിൽ ഒരു കാര്യം, ചിലപ്പോ നമ്മൾ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യട്ടോ. കൗൺസിലർ എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കുന്ന, എല്ലാ അവസ്ഥക്കും ഉത്തരം കൊടുക്കുന്ന ആളല്ല. ചില കൗൺസിലിംഗിൽ പരാജയപ്പെടുകയും അതേ കൗൺസിലിംഗ് വേറൊരാൾക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. വ്യക്തിപരമായിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ടീച്ചിങ് പോലെ തന്നെയാണ് ഇതുള്ളത്. നമ്മൾ ഒരേ പോയം പഠിപ്പിക്കുന്നു, പക്ഷെ രണ്ടാളും 2 തരത്തിലല്ലേ പഠിപ്പിക്കുന്നത്. ചിലത് സ്വീകരിക്കുന്നു, ചിലത് സ്വീകരിക്കപ്പെടാത്തതിനെ വേറെ ചിലർ സ്വീകരിക്കുന്നു എന്നുള്ളതുണ്ട് അർത്ഥമുള്ളത്. ഇറ്റ് ഈസ് വെരി പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക് മെത്തേഡ്. I am very much involved in personalized counseling. കുറെ സമയം എടുത്തിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ്. റിസൾട്ട് കൂടുതലാണ്, പക്ഷെ കുറെ അധ്വാനം ഉണ്ടാവും അതിൻ്റെ അകത്തുള്ളത്. വ്യക്തിയോട് കുറച്ചുകൂടെ സാത്മ്യം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട്, പ്രത്യേകിച്ച് ഇരകളാണെങ്കിലും. സോ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ആക്ടിവിസം. അതുകൂടി അതിൻ്റെ അകത്തുണ്ട്. ഒരു സാർ ആരോ ചോദിക്കാൻ എന്തോ ഒന്നും മുതിർന്നല്ലോ. സോറി, ഞാൻ ഇന്റർഫിയർ ചെയ്തു. സാറേ, എന്റെ പേര് പ്രവീൺ കുമാർ, SN കോളേജ് ചേർത്തലയിൽ നിന്നാണ്. പറയൂ സാറേ. പിന്നെ ഈ കൗൺസിലിംഗ് ആവശ്യമുള്ളതായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ നമ്മൾ എങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുക? കൗൺസിലിംഗ് വേണ്ട ഒരാളിനെ കണ്ടെത്തുന്നത് നമ്മുടെ ഡ്യൂട്ടി ആണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഇപ്പൊ ഒരു ബഹളം ഉണ്ടാക്കുന്നു, അടി ഉണ്ടാക്കുക, തല്ലുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക. എവിടെ ചാൻസ് ഉണ്ടോ ആ ചാൻസ് ഉണ്ടെങ്കിൽ അവനുണ്ടായിരിക്കും കത്തിയായിട്ടോ കല്ലായിട്ടോ ഉണ്ടാകും എന്നുള്ളത്. ഈസ് ഹാവിങ് എ പ്രോബ്ലം. ഈ പ്രോബ്ലത്തെ നമുക്ക് അഡ്രസ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ സാധിച്ചേക്കുള്ളത്. അപ്പം പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. പ്രശ്നം അവൻ വഴക്കുണ്ടാക്കുന്നു, അടിപിടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ളവർ കാണുന്നതും എഴുതി തള്ളുന്നതും. പക്ഷേ അതല്ല അതിന്റെ കാരണങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തോന്നുന്നത്. ഫറൂഖ് കോളേജിൽ പ്രൊഫസർ T. അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, കൊമേഴ്സ് പഠിപ്പിച്ചിരുന്ന ഉള്ളത്. ഐ വാസ് വൺ ഓഫ് ദ ബ്രില്യന്റ് ടീച്ചേഴ്സ് ഐ എവർ സീൻ. ഞാൻ അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഫറൂഖ് കോളേജിൽ ജോയിൻ ചെയ്തത്. ഫറൂഖ് കോളേജിന്റെ അടുത്താണ് താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒഴിവുനേരങ്ങളിലൊക്കെയും അദ്ദേഹത്തിന്റെ മകൻ എൻ്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ സെക്രട്ടറി ആയിരുന്നത് കൊണ്ട് പോകുകയായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്നത് വളരെ പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഒരു മെന്ററിങ് ആണ്. ഇങ്ങനെ കുപ്പിച്ചില്ലുകളായിരിക്കുന്ന കുട്ടികളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് ചിലപ്പോൾ വീട്ടിൽ താമസിപ്പിക്കും, എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുകയല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോഴും അബ്ദുള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ കരയുന്ന ആളുകളെ ഞാൻ എൻ്റെ വിദേശയാത്രക്കിടയിൽ കണ്ടിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ് അവര് ഇവിടെ എത്തിയതിന്റെ കാരണം എന്നുള്ളത്. ഞാൻ
ഈ സാറ് ചോദിച്ചതിനോടുള്ളത്, നമുക്ക് വേണമെങ്കിൽ കാണാം, നമുക്കൊരു നിരീക്ഷണ ബോധം ഉണ്ടായാൽ മതി, നിരീക്ഷണ പാഠം ഉണ്ടായാൽ മതി, വ്യക്തിത്വത്തിന്റെ ചില അപകടങ്ങൾ കാണാനുള്ള, ചില അവസ്ഥകൾ കാണാനുള്ള, ചില ശിഥിലീകരണ ഭാവങ്ങൾ കാണാനുള്ള ഒരു നിരീക്ഷണ ബോധം ഉണ്ടായാൽ മതി, നിരീക്ഷണ പാഠം ഉണ്ടായാൽ മതി. നമുക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകളെ കഴിവായാലും ചിലപ്പോൾ കാണുന്നുണ്ട്, കഴിവുകേട് തന്നെ ആകണമെന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ സ്വകാര്യമായ ഇന്ററാക്ഷൻ നടത്തിയിട്ട് ചിലപ്പോൾ അവരെ കണ്ടെത്താൻ സാധിക്കും, അവരുടെ അവസ്ഥയെ കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ പരിഹാരം കാണേണ്ടുന്ന പ്രശ്നത്തെ കാണാൻ സാധിച്ചേക്കുള്ളത്. പ്ലീസ്. ഹലോ, പറയൂ സാറേ. അതിന്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് ചോദിച്ചിട്ട് സാറേ, നമുക്കിപ്പോ സാറ് പറഞ്ഞു ഒരു കുട്ടിയെ കണ്ടെത്താൻ എന്തെങ്കിലും ഒരു പ്രത്യേക ടെൻഡൻസി ഉള്ള ഒരു കുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാം. പക്ഷെ ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ കുട്ടികളെ നേരിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മീഡിയയിലൂടെ നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് മെത്തേഡുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഉണ്ട്. ഞാൻ ഐ ആം യൂസിങ് ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ക്ലാസ്സില് വിട്ടുമാറി നിൽക്കുന്ന കുട്ടികൾ, ഓൺലൈൻ ക്ലാസ്സിൽ വളരെ അപൂർവമായിട്ട് മാത്രം എത്തുന്ന കുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അറ്റൻഡൻസ് കൊടുത്തോളണമെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളെ പേഴ്സണലായിട്ട് വെറുതെ വിളിക്കും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കും. ഈ കാര്യം പറയാതെ തന്നെ ഒരു റാപ്പോ ഉണ്ടാക്കും. ആ റാപ്പോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിലേക്ക് വന്നാലുള്ളതിന്റെ മെച്ചങ്ങൾ എന്തോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. അത് ചർച്ച ചെയ്യും. അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ പറയാ, സർ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷമമുള്ളത് കൊണ്ട് എന്നോട് ഒരു പെൺകുട്ടി പറഞ്ഞു, സർ എനിക്കിത് ചാർജ് ചെയ്ത് തരാൻ എൻ്റെ വീട്ടിൽ ആരുമില്ല സർ, എൻ്റെ അച്ഛൻ്റെ ജോലി കോവിഡ് ആയിട്ടുള്ളത് കൊണ്ട് ഇത് മാറി, നഷ്ടപ്പെട്ടു, അമ്മ വീട്ടുപണിക്ക് പോയിരുന്നു, കോവിഡ് ആയതുകൊണ്ട് അതും ചെയ്യാൻ MA പഠിക്കുന്ന കുട്ടിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചാർജ് ചെയ്ത് തരാനുള്ള ഭക്ഷണം തന്നെ കൃത്യത്തിന് കഴിക്കാൻ സാധിക്കാത്ത സമയത്ത് വി ആർ ടോക്കിംഗ് അബൌട്ട് ഡിജിറ്റൽ ഡിവിഷനിങ് ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ഇൻ അവർ സറൗണ്ടിങ്സ്, ഇൻ അവർ ക്ലാസ് റൂംസ്. ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ഇഫ് എനിബഡി ഈസ് റെഡി ടു ഹെൽപ്പ് യു, ക്യാൻ യു ആക്സെപ്റ്റ് ഇറ്റ്? അപ്പൊ പറഞ്ഞു, അത് സാർ ബുദ്ധിമുട്ടല്ലേ. ഞാൻ പറഞ്ഞു, നോക്ക്, ബുദ്ധിമുട്ട് ഉള്ള ഒരാളിന് ബുദ്ധിമുട്ടില്ലാത്ത ഒരാൾ നൽകുന്ന സഹായത്തെ സ്വീകരിച്ചു. ആത്മാഭിമാനമുണ്ട് ഈ കുട്ടിക്ക് എന്നുള്ളത് അറിയണം. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി. ഒരു മാസത്തേക്കുള്ള ചാർജ് ചെയ്യാനുള്ള ഒരു സാമ്പത്തികമായ സഹായം ചെയ്യാവുന്ന, പ്രത്യേകിച്ച് എനിക്കൊക്കെയുള്ള ഈ ഗൾഫിലുള്ള സുഹൃത്തുക്കളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പറയാറുണ്ട്, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയണം, സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാവുമെന്നുള്ളത്. ആൻഡ് ഇറ്റ് വാസ് പോസിബിൾ. അങ്ങനെ കണ്ടെത്താൻ സാധിച്ചേക്കും. ഒരു ഇന്ററാക്ഷൻ എന്നുള്ളതാണ്. ഇനി നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ തന്നെയും നമ്മൾ ആ കുട്ടിയോട് നടത്തുന്ന ഇന്ററാക്ഷൻ നമ്മുടെ അടുപ്പുണ്ടാക്കും. ഞാനൊരു പ്രോക്സിമിക്സ് എന്നുള്ളത് നമ്മൾ വെച്ച് പുലർത്തുന്ന ദൂരത്തെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയുണ്ട്. നമ്മൾ എല്ലാവരും ആദ്യം ഒരാളിനെ കാണുന്നത് പബ്ലിക് സ്പേസിലാണ്, പൊതു സ്പേസിലാണ്, വേദിയിലാണ്. ആ പോകുന്ന ആളാണ് കേട്ടോ മുഖ്യമന്ത്രി, അത്രയേ ഉള്ളൂ നമുക്ക്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയും അയാൾ കോഴിക്കോട്ടുള്ള ഒരാളാണ്, ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ ഒരു അധ്യാപകൻ പോവുകയാണെന്ന്, ഫറൂഖ് കോളേജിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ദേവഗിരി കോളേജിലാണെന്ന് തോന്നുന്നു എന്ന് പറയും. പബ്ലിക് സ്പേസിലാണ്. പബ്ലിക് സ്പേസിൽ നിന്ന് സോഷ്യൽ സ്പേസിലേക്ക് വരും നമുക്ക് മനസ്സിലാകും ഇവൻ BCom പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, BCom 4th സെമസ്റ്ററിലാണ് പഠിക്കുന്നത്. നമ്മളൊരു സോഷ്യൽ സ്പേസിലേക്കാണ്. ബസ്സിലാണ് വരാറുള്ളത്, സോഷ്യൽ സ്പേസിലാണ്. അവൻ ചില ദിവസങ്ങളിൽ ക്ലാസ്സിൽ പോകാതെ ഗേറ്റിന് പുറത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്, സോഷ്യൽ സ്പേസിലാണ്. ഇതിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ മാറ്റങ്ങൾക്ക് വിധേയമാക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ സ്പേസിലേക്ക് കൊണ്ടുവരണം. സോഷ്യൽ സ്പേസിൽ നിന്ന് പേഴ്സണൽ സ്പേസിലേക്ക് കൊണ്ടുവരണം. പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാണ് അച്ഛൻ, ആരാണ് അമ്മ, അവന്റെ വിഷമങ്ങൾ, സങ്കടങ്ങൾ ഇതൊക്കെ അറിയുന്നതാണ്. കൗൺസിലർ താൽക്കാലികമായാണെങ്കിലും പേഴ്സണൽ സ്പേസിൽ നിന്ന് ഇന്റിമേറ്റ് സ്പേസിലേക്ക് കൊണ്ടുവരുന്നു, ആത്മബന്ധത്തിലേക്ക് കൊണ്ടുവരും. താൽക്കാലികമാണ് കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം. അധ്യാപകർക്ക് ഇത് മനോഹരമായിട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. നാം ദൂരെ നിന്നുകൊണ്ട് എന്താണടാ ക്ലാസ്സിലൊന്നും വരില്ല അല്ലേ,
ഇങ്ങനെയാണെന്ന് വെച്ചാൽ നീ ഇത് പാസ്സായത് തന്നെ പബ്ലിക് സ്പേസിലാണ്. സോഷ്യൽ സ്പേസിൽ നിന്നിട്ട് നമ്മൾ പറയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നീ ക്ലാസ്സിലൊന്നും വരുന്നില്ല എന്നുള്ളത്. സോഷ്യൽ സ്പേസിലാണ്. പേഴ്സണൽ സ്പേസിലാകുമ്പോൾ നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ക്ലാസ്സിൽ വരാതിരിക്കുന്നു. ഇന്റിമേറ്റ് സ്പേസിലാകുമ്പോൾ അതിന്റെ പരിഹാരത്തിന്റെ ഭാഗത്താണ്. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി സ്ഥിരമായി വൈകി വരുന്നത് ഡിപ്പാർട്ട്മെന്റിൽ പരാതി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ എല്ലാ പണിയും നോക്കി. ഒരു അധ്യാപകൻ പറഞ്ഞു ഞാൻ എൻ്റെ എല്ലാ പണിയും നോക്കി, ഇനി എന്നെ കൊണ്ട് വയ്യ, ഞങ്ങൾ നോക്കിക്കോ. ഞാൻ HOD ആയതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തു. ഒരു ദിവസം വൈകുന്നേരം കാത്തിരുന്ന് ഈ പയ്യനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ, ഇവൻ ബസ്സിലാണ് വരുന്നത് നഗരത്തിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ചിലപ്പോൾ നീ ക്ലാസ്സിൽ വൈകി വരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നീ കള്ളഹമാറെ നീ ക്ലാസ്സിൽ എന്നും വൈകിട്ടാണല്ലോ വരുന്നത്, പ്രഭാഷകനാണ്. മറിച്ച് ചിലപ്പോൾ നീ ക്ലാസ്സിൽ വൈകി വരുന്നത് റിപ്പോർട്ട്, ഇറ്റ് ഈസ് നോട്ട് മൈ ഒബ്സർവേഷൻ, റിപ്പോർട്ട് ചെയ്തിരിക്കും. സർ ഞാൻ ദൂരെ നല്ല സാർ വരുന്നത്, ദൂരെ നല്ല സാർ വരും. എവിടുന്നാ വരുന്നത് സാർ? ഞാൻ കൊയിലാണ്ടിയിൽ നിന്നാണ്. കൊയിലാണ്ടിയിൽ നിന്നും വരാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ നേരത്തെ നീ പുറപ്പെട്ടാൽ. അല്ല സാർ, കൊയിലാണ്ടിയിൽ നിന്നും എന്താണ് മുത്താമ്പിക്കടവാണ്. മുത്താമ്പിക്കടവ് കൊയിലാണ്ടിയിൽ നിന്നും കുറച്ചുകൂടെ ഉള്ള ദൂരാണ്, അത് കോഴിക്കോടുള്ളത്. മുത്താമ്പിക്കടവിൽ നിന്ന് പിന്നെ എന്താണ്? അപ്പൊ മുത്താമ്പിക്കടവ് കൊയിലാണ്ടി ദൂരത്തേക്ക് പിന്നെ ഒരു 30 മിനിറ്റ് ജീപ്പിലോ ബസ്സിലോ തിങ്ങി വരണം. അപ്പൊ മുത്താമ്പിക്കടവിൽ നിന്ന് നടേരിയിലേക്ക് പോകണം. അവൻ അത് പറഞ്ഞപ്പോഴാണ് അത്ഭുതപ്പെട്ട്, 45 മിനിറ്റ് വയലിലൂടെ നടക്കണം സാർ, എന്നാലേ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, ക്യാൻ യു ബി, നീ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ ചേട്ടൻ ഗൾഫിലാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഗൾഫിലാണ് സാർ, പക്ഷെ എനിക്ക് വീട് നിൽക്കാൻ സാധിക്കും. എന്താണ് സാർ? എൻ്റെ വാപ്പാക്ക് തീരെ വയ്യ സാർ, ബെഡ് റിഡൺ ആണ്. അത് മാത്രമല്ല, വാപ്പയുടെ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാതെ എനിക്ക് ഒരിക്കലും വരാൻ സാധിക്കുകയില്ല. വാപ്പ 90 കിലോയിലപ്പുറം വെയിറ്റ് ഉള്ള ഒരാളുമാണ്. ഹോം നേഴ്സിനെ നിർത്തിക്കൂടെ? പരിഹാരത്തിന്റെ ഭാഗത്താണ്. നമ്മൾ അടുത്ത ചോദ്യം അതാണ്, ഒരു ഹോം നേഴ്സിനെ നിർത്തിക്കൂടെ? ഖാനോട് പറഞ്ഞു, സർ 2 ഹോം നേഴ്സ് ഇപ്പം തന്നെ തെറ്റിപ്പോയി, മെയിൽ നേഴ്സ് ആയിരുന്നു, തെറ്റിപ്പോയി. ഇമാതിരി കാര്യങ്ങളൊക്കെ കുടുംബകാര്യങ്ങളായിട്ട് ചെയ്യണം എന്നുള്ളതാണ് വാപ്പാടെ ഇഷ്ടം. ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു, നീ കഴിയാവുന്നത്ര നേരത്തെ വീട്ടിലെ കോളേജിൽ എത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. അടുത്ത ഒരാഴ്ചയിൽ വീണ്ടും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഈ സഹായം നിനക്ക് ചെയ്തു തരികയാണെങ്കിൽ അത് എന്തിനാണ് സാർ അവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഹാവ് യു പ്രസന്റഡ് ടു എനിബഡി? അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മൂത്താപ്പയുടെ അച്ഛന്റെ ഏട്ടന്റെ മകൻ വന്ന് നിൽക്കാന്ന് പറഞ്ഞു. രാവിലെ അത് കഴിഞ്ഞാൽ ജോലിക്ക് പോയാൽ മതി. ദ പ്രോബ്ലം ഈസ് സോൾവ്. And now he is a higher secondary teacher. റിട്ടയർ ചെയ്യാൻ ഇനി 4 കൊല്ലമേ ഉള്ളൂ എന്ന് കഴിഞ്ഞ മാസം കണ്ടപ്പോൾ പറഞ്ഞു. ഈ പ്രോബ്ലം എന്നുള്ളത് അറിയണമെങ്കിൽ ഇന്ററാക്ഷൻ എന്നുള്ളത് തന്നെ നടത്തിയാൽ തന്നെ അത് അറിയുള്ളൂ. നമ്മൾ കൗൺസിലർ ആകണം എന്നൊന്നും നിർബന്ധമല്ല. കൗൺസിലറുടെ ടൂൾസ് ആണ് ഇന്ററാക്ഷൻ, കൗൺസിലറുടെ ടൂൾസ് ആണ് ഒബ്സർവേഷൻ, കൗൺസിലറുടെ ടൂളാണ് അൺബയസ്ഡ് ആയിരിക്കുന്ന ആറ്റിറ്റ്യൂഡ്. ഇതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോയാലോ? സാർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ ലിനി മാർഗനിസ് കോളേജിൽ നിന്നാണ്. അപ്പം മിക്കപ്പോഴും ഞങ്ങൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് അവിടെ ഒരു കൗൺസിലർ ഉണ്ട്. അപ്പൊ കുട്ടികൾ മിക്കപ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ പറയുമ്പോഴും നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും കൂടുതലും അവർ പോകാൻ വളരെ ഹെസിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഒരു രീതിയിലും ഒരു കൗൺസിലറെ കാണുക എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ തെറ്റ്, അവർക്ക് എന്തോ ഒരു വലിയ തെറ്റ് സംഭവിക്കുന്ന പോലെ, അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരമാണ് അവർക്ക്. അപ്പൊ അത് നമുക്ക് ഏത് രീതിയിൽ വരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റും? കാരണം നമ്മൾക്ക് ആ ഒരു അത്രയും 100% അപ്രോച്ചോട് കൂടി അവരെ ഇഷ്യൂ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ സാറേ. യു ആർ റൈറ്റ്. ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട് ഇതിന്. നമ്മുടെ നാട്ടിൽ മാറ്റം, ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ഭ്രാന്താണെങ്കിൽ നീ പോയിക്കോന്ന് പറയുന്ന നാടാണ് നമ്മുടെ നാട്. കുട്ടി കൗൺസിലറുടെ അടുത്ത് പോകുമ്പോൾ കൗൺസിലിങ്ങിന് പോകുന്നത്, വിദ്യാർത്ഥി കൗൺസിലിങ്ങിന് പോകുന്നത് എന്തോ അസ്വസ്ഥതയോ മാനസിക പ്രശ്നമോ ഉള്ളതാണെന്നുള്ള ധാരണ കൊണ്ട് വരാതിരിക്കുക തന്നെയാണ്. അതിന് ഒരു സമഗ്രമായ പദ്ധതിയാണ് അതിന് വേണ്ടത്. കൗൺസിലർ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ക്ലാസ്സുകളിൽ പോയിട്ട് പരിചയപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യുക. കൗൺസിലർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലാസ്, ഇത് പല സ്കൂളുകളിലും നടത്തിയിട്ട് കൗൺസിലറെ മാത്രം ഒരു മുറിയിൽ ബോർഡ് വെച്ചിരുന്നാൽ കുട്ടികൾ വരില്ല എന്ന് അറിഞ്ഞിട്ട് മാനേജ്മെന്റിന് കാശുപോയ ചരിത്രം എനിക്ക് പല കോളേജിലും സ്കൂളിലും നടന്നിട്ടുള്ളത് അറിയാം. കൗൺസിലർ ഷുഡ് ബി പാർട്ട് ഓഫ് ദ കോളേജ് ആക്ടിവിറ്റീസിലൊക്കെ വരിക. ആ റാപ്പോ ഉണ്ടാക്കിയിട്ട് പല വിഷയങ്ങൾ സംസാരിക്കുക. അപ്പൊ സ്വകാര്യമായിട്ടെങ്കിലും വരാൻ തുടങ്ങും. നമ്മൾ ഫോൺ നമ്പർ കൊടുത്താൽ മതി.
ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ടായിരിക്കും. അപ്പൊ ക്ലാസ്സിൽ റൂമിലേക്ക് വരാൻ പറ്റുന്നതിനുള്ള ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ വന്നിട്ട് എല്ലാ കുട്ടികൾക്കും റൂമിലേക്ക് വരാൻ തോന്നില്ല എന്നുള്ളത് കൊണ്ടുള്ളത്. അപ്പം ഈ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനൊരു പ്രചാരം കൊടുക്കണം, എന്താണെന്ന് കൊടുക്കണം, സയന്റിഫിക് ആയിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ കൊടുക്കണം. കൗൺസിലിങ്ങിലൂടെ വിജയിച്ചിട്ടുള്ള പരിഹാരം കണ്ടിട്ടുള്ള ആളുകൾ അത് ഏറ്റുപറയുന്ന ഒരു ഘട്ടം കോളേജിൽ ഉണ്ടാകണം. ഈ സോഷ്യൽ സ്റ്റിഗ്മാണ് അതിനെ ഇല്ലാണ്ടാക്കുന്നത്. അപ്പൊ ടീച്ചർക്ക് എന്ത് ചെയ്യാം? ടീച്ചർക്ക് ഒറ്റയ്ക്ക് വിളിച്ചിട്ട്, ടീച്ചർ ഈസ് നോട്ട് കൗൺസിലർ എന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഈ കുട്ടിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്താം. എന്നിട്ട് രഹസ്യമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടത്താം. കുട്ടിക്ക് പ്രോബ്ലം ഉണ്ടാകണേ, അതാണുള്ളത്. പ്രോബ്ലം നമ്മൾക്ക് ഉണ്ടാണെങ്കിൽ, ഇല്ലാത്ത പ്രോബ്ലം നമ്മൾക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രയാസമാണുള്ളത്. കുട്ടിക്ക് പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചേക്കും. ഓക്കെ സർ. ഓക്കെ. ഇത് കൗൺസിലിങ്ങിനോടനുബന്ധിച്ച് തന്നെ പറയാനുള്ളത് ഗൈഡൻസ് ഉണ്ട്. ഇപ്പൊ ടീച്ചർ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത്. ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു ഇന്ററാക്ഷൻ തന്നെയാണ്, പക്ഷെ എഡ്യൂക്കേഷനിലോ കരിയറിലോ കൊടുക്കുന്ന മാർഗനിർദ്ദേശമാണ്. ഇറ്റ് ഈസ് നോട്ട് കൗൺസിലിംഗ്. എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് നമ്മൾ പറയുമെങ്കിൽ തന്നെയും മാർഗനിർദ്ദേശം കൊടുക്കുന്നത് കൗൺസിലിംഗ് അല്ല. മാർഗനിർദ്ദേശം കൊടുക്കുന്നത് വേറൊരു പ്രക്രിയയാണെന്ന് അർത്ഥം. ടു അസിസ്റ്റ് ഇൻ ടേക്കിംഗ് എ ഡിസിഷൻ റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ ഓർ കരിയർ, to help to move to the right direction, to support in coping up with the stress in educational or office working situation, to provide informations. ഇതൊക്കെയാണ് ഗൈഡൻസിലൂടെ ചെയ്യുന്നത്. ടു ഡെവലപ്പ് ദ പൊട്ടൻഷ്യൽസ്, അഡ്ജസ്റ്റ് ചെയ്യാന്, മനസ്സിലാക്കാന്, പ്ലാൻ ചെയ്യാന്, ഡിസൈഡ് ചെയ്യാന്, പ്രാക്ടീസ് ചെയ്യാന്, എഡ്യൂക്കേഷണൽ, വൊക്കേഷണൽ, കരിയർ അല്ലെങ്കിൽ ചില മറ്റു മേഖലകൾ എന്നിവയിൽ നടത്തുന്നതാണ് ഗൈഡൻസ് എന്ന് പറയുന്നത്. ഗൈഡൻസ് അല്ല കൗൺസിലിംഗ്. പക്ഷേ ടീച്ചർ നേരത്തെ പറഞ്ഞല്ലേ, കൗൺസിലിംഗ് കൊടുക്കുന്ന ആളിന് ഗൈഡൻസ് കൂട്ടി കൊടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഗൈഡൻസിനാണ് വന്നതെന്ന് ആളുകൾ വിചാരിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. എന്തിനാ വന്നത്? എനിക്ക് എന്റെ ക്ലാസ്സിലുള്ള എന്റെ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നാൽ. ഫറൂഖ് കോളേജിൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു കുട്ടികളുടെ കോഴ്സസിനെ കുറിച്ചൊക്കെ അറിയുന്ന ഒരു വൊക്കേഷണൽ ഗൈഡൻസും കരിയർ ഗൈഡൻസും എഡ്യൂക്കേഷണൽ ഗൈഡൻസും കൂടെ കൊടുക്കാൻ പറ്റുന്നതാണെന്നുള്ളത് കൊണ്ട് പലരും വരും. എന്നിട്ട് പറയും, ഇതൊക്കെ പറഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞാലായിരിക്കും പറയാം, സത്യത്തിൽ ഞാൻ അതിനല്ല വന്നത് കേട്ടോ സർ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് എന്നിങ്ങനെ ഉണ്ട്, മാസ്റ്റർബേഷൻ ഉണ്ട്, ഞാൻ ചത്തുപോകുമോ സർ, ഇതൊക്കെ വന്ന് നോക്കണം. മുതിർന്ന 1974-75 80 വരെയുള്ള കാലങ്ങളിൽ നമ്മൾ വിചാരിച്ചിട്ടുള്ള, നമ്മളെ പല ചെറുപ്പക്കാരും വിചാരിച്ചിട്ടുള്ള പ്രശ്നം ഇപ്പോഴും ഉണ്ട്. മാസ്റ്റർബേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ചത്തുപോകുമോ, മാസ്റ്റർബേഷനിൽ ഇത്. And he said, this is my actual problem. ഞാൻ സാറിന്റെ അടുത്ത് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണെന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ അത് സാധിക്കുകയും ചെയ്യുന്ന അർത്ഥമുള്ളത്. ഞാൻ ഇനി കൗൺസിലറിന്റെ ക്വാളിറ്റീസ് പറഞ്ഞിട്ട് നിർത്താം. നമ്മൾക്ക് 9 മണിക്കുള്ളിലെങ്കിലും നിർത്തണമെന്നില്ലല്ലേ, എനിക്കല്ല നിങ്ങൾക്ക് ഉള്ളത്. കൗൺസിലറുടെ ക്വാളിറ്റീസില് കൗൺസിലർ ഒരു പരസഹായി ആകണം എന്നൊന്നുമില്ല കേട്ടോ. കൗൺസിലർ അങ്ങനെയുള്ളത്. കൗൺസിലറിന്റെ പേഴ്സണാലിറ്റിയില് ഇൻവോൾവ്മെന്റ്, എംപത്തറ്റിക് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെയും വളരെ അവരെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിലുള്ളത് അത് തന്നെ ധാരാളമായിരിക്കും അർത്ഥമുള്ളത്. എ കൗൺസിലർ ക്യാൻ ഐഡന്റിഫൈ the negative thinking of a pattern of a person or positive thinking, അത് രണ്ടും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ. ഞാൻ അതിന് വളരെ ലളിതമായിട്ട് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൗൺസിലർ. ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സെൽഫ്. ഇതൊക്കെ ബേസിക് സൈക്കോളജിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതാണ്. സെൽഫിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള പ്രാഥമികമായ അറിവ്. 2, അവയർനെസ് ഓഫ് ദ ഇമ്പാക്ട് ഓഫ് one's own self to others. നമ്മളുടെ സെൽഫ് ബാക്കിയുള്ളവരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് ആറ്റിറ്റ്യൂഡ്സ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒബ്ജക്റ്റീവ് ആയിട്ട് കാര്യങ്ങളെ കാണുവാനുള്ള കാഴ്ചപ്പാട് ഈ കൗൺസിലറുടെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ദെൻ ഫ്രണ്ട്ലിനെസ് ഇൻ ഇന്ററാക്ഷൻ. ഇന്ററാക്ഷനിൽ ഫ്രണ്ട്ലിനെസ് നടത്തുന്ന ആള്. അതിന് 5-മത്തത് ടു വേ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആള്. ടീച്ചേഴ്സ് പലപ്പോഴും അവരുടെ പഴയ മോഡൽ വെച്ചുകൊണ്ട് ഉള്ളത് 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ പരീക്ഷയ്ക്ക് വരും കേട്ടോ. ഇപ്പോഴും ഓൺലൈനിൽ ഒരാൾ കേട്ട കഥ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടിയോട് ഓൺലൈനിൽ പറയാണ് ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നതാണ് കേട്ടോ, ഇത് നന്നായിട്ട് പഠിക്കണം. ആദ്യത്തെ വാചകം അതായിരുന്നു. നമ്മൾ പറഞ്ഞത് പരീക്ഷയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ പോയിട്ട് ചോദിക്കാൻ പറ്റുമോ നമുക്ക് ടീച്ചറെടുത്ത്? ടീച്ചർ പറഞ്ഞ അല്ലെങ്കിൽ കുട്ടികൾ കുറച്ച് വിവേകം ഉള്ളത് കൊണ്ട് നമ്മളെ ഒന്ന് ബുദ്ധിമുട്ടിക്കോ? സാറ് പറഞ്ഞത് പഠിച്ച് അത് പരീക്ഷയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രധാനപ്പെട്ടതാണ്, വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല. എനിക്ക് എന്താണ് പറയാനുള്ളത്? ടു വേ കമ്മ്യൂണിക്കേഷനെ തുടക്കം. ഞാൻ പറയുന്നത് നീ അനുസരിച്ചിട്ടില്ലെങ്കിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. നീ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണത്. നീ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് ക്ലാസ്സിൽ ഇനി ഞാൻ കയറ്റില്ല, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണത്. വൺ വേ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും നിരുപദ്രവകാരി അല്ലാത്ത തരത്തിലേക്ക് വളർന്നു പോരുന്ന ഒന്നാണ്. ടു വേ കമ്മ്യൂണിക്കേഷൻ അതല്ല. ടു വേ കമ്മ്യൂണിക്കേഷനിൽ അയാൾ പറയുന്നത് നമ്മൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നു. ഇത് കൗൺസിലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിലാണ്. എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ്. ഞാൻ വീണ്ടും അതൊന്നുകൂടെ പറയാണ്. You put yourself in others' shoes. You put yourself in your students' shoes. അതാണ് എംപത്തറ്റിക് എന്നുള്ളത് പറയുന്നത്. പേഷ്യൻസും ടോളറൻസും വേണം ഉള്ളത്. നല്ല ക്ഷമ തന്നെ വേണം. പറഞ്ഞത് തന്നെ പിന്നെയും പറയും. ഒരു കൗൺസിലിങ്ങിന്റെ ചില ഘട്ടങ്ങളിൽ നമ്മൾക്ക് പ്രോബിങ് സാധ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരെ കൊണ്ട് അധികം സംസാരിപ്പിക്കേണ്ടതില്ല. പക്ഷെ അവര് പറയും സാറേ ഇതും കൂടി കേൾക്കണം. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്തതും കൂടെ കേൾക്കണം. അവേഴ്സ് ആൻഡ് അവേഴ്സ്. ഞാൻ കുറച്ച് ഈ പേഴ്സണലൈസ്ഡ് കൗൺസിലിംഗ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയനിഷ്ഠ ഇതിന് വെക്കാറില്ല. വളരെ പക്ക പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആണെന്ന് വെച്ചാൽ 1 മണിക്കൂർ ആ സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത ദിവസം വേറൊരു ദിവസം എന്നുള്ളതാണുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഭാര്യാഭർത്തൃ പ്രശ്നത്തിലേക്കുള്ള കൗൺസിലിംഗിൽ ഞാൻ 3 മണിക്കൂർ 46 മിനിറ്റുമാണ് ഒന്നിച്ച് അടുപ്പിച്ചിരുന്നത്. ആൻഡ് ദേ വർ ആൾസോ ഇൻ ദ കൗൺസിലിംഗ് റൂം, ഇൻ ഓൺലൈൻ കൗൺസിലിംഗ് റൂം. സോ ദിസ് ഈസ് എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡും പേഷ്യൻസും ടോളറൻസും വേണ്ടതാണുള്ളത്. ഹോണസ്റ്റിയും സിൻസിയറിറ്റി നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോണസ്റ്റി ആണെങ്കിൽ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യും. ഹോണസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ വ്യക്തിത്വത്തെ മാനിക്കും എന്നുള്ളത്, പരിഹസിക്കൂല എന്നുള്ളത്. ദെൻ മെച്യൂരിറ്റി ആൻഡ് കാംനെസ്. ഈ വിഷമങ്ങൾ പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ടീച്ചർ പറഞ്ഞു എനിക്ക് പറ്റില്ല പരിപാടി. എന്താന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞു പോകും. നമുക്ക് എമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. കരയാൻ നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോകും. പക്ഷെ സങ്കടപ്പെടൽ അവരുടെ മുമ്പിൽ വെച്ച് അല്ലാതെ വിരിക്കുന്നതുണ്ട് എന്നർത്ഥമുള്ളത്. സോ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ മെച്യൂരിറ്റി, ഇമോഷണൽ മെച്യൂരിറ്റി, കാംനെസ് വേണ്ടതുണ്ട്. ദെൻ നമ്പർ 9 സോഷ്യൽ ഇന്റലിജൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ സോഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. കാര്യകാരണങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഒരു സാമൂഹിക ബോധം ഉണ്ടാകുക എന്നുള്ളത്. അത് അനുഭവങ്ങളിൽ നിന്ന് പരിശീലനത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ദെൻ ജെന്യുയിൻനെസ്. ഓരോരോ കൗൺസിലറും ഓരോരോ കൗൺസിലറും വ്യത്യസ്തരായിരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് പറയുന്നത് ഇതുകൊണ്ടാണ് എന്നർത്ഥമുള്ളത്. വ്യക്തിയിൽ വിശ്വാസമുള്ള ആളാണ്, വ്യക്തിയുടെ വാല്യൂസിനെ മാനിക്കുന്ന ആളാണ്, ഓപ്പൺ മൈൻഡഡ്നെസ് ഉള്ള ആളാണ്, പ്രൊഫഷണൽ ആയിരിക്കുന്ന കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ്. ഞാൻ ഇതൊക്കെ വിശദീകരിക്കണമെങ്കിൽ വിശദീകരിക്കാനുള്ളത്. അലേർട്ട്നെസ് ടു ദ എക്സ്റ്റേണൽ വേൾഡ്. ഈ പുറം ലോകത്തോട് വളരെ അലർട്ടായിട്ട് നോക്കി നിൽക്കുന്ന ഒരാളാണ്. എബിലിറ്റി ടു റീച്ച് ഔട്ട് എ പേഴ്സൺ. ഒരു മനുഷ്യനിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവുള്ള ഒരാളാണ്. നോളഡ്ജബിൾ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. എല്ലാ വിഷയത്തിലും പരിചയവും വേണമെന്നില്ല. പക്ഷെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ജീവിതത്തിന്റെ, ബന്ധങ്ങളുടെ, പഠനത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ ചില പ്രധാന മേഖലകളിലെങ്കിലും അറിവുള്ള ഒരാളായാൽ മതി. നമുക്കിനി അറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അറിവുള്ള ഒരാളിന്റെ അടുത്ത് നിന്നും അത് ശേഖരിച്ചു കൊടുത്താലും മതി. സോ മെനി കൗൺസിലേഴ്സ് ആർ സെൻഡിങ് ടു എ ഗൈഡൻസ്, എൻ എഡ്യൂക്കേഷണൽ കൗൺസിലർ ഫോർ ഗൈഡൻസ്. പലപ്പോഴും അത് അറിയാത്തതാണെങ്കിൽ പറയില്ല. നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കണമെന്നുണ്ട്. പല കുട്ടികൾ ഈ അടുത്ത കാലത്ത് പലരോടും ചോദിക്കുന്നുണ്ട്, പൈലറ്റ് ആകണമെന്നുണ്ട് എന്ന് പറഞ്ഞുള്ളത്. ഇതുകൊണ്ടൊന്നും ഒരു വലിയ കാര്യമല്ലടാ, പൈലറ്റ് ആയിട്ടൊന്നും ഒരു കാര്യമല്ല. പൈലറ്റ് ആകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളതൊക്കെ വേറൊരു കാര്യമാണുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തിനാണ്? നിനക്കിപ്പോ ഇന്നതിന് പോയാൽ പോരെ. ഇതല്ല ഒരു കൗൺസിലർ ചെയ്യുക. അയാൾക്ക് ജെന്യൂൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ?
പരിശോധന നടത്താം. പരിശോധന നടത്തിയിട്ട് തനിക്കറിയില്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പെർട്ടിന്റെ അടുത്തേക്ക് കണ്ടെത്താനോ മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളതാണുള്ളത്. അപ്പം എന്നാൽ ചില ഇന്ററാക്ഷൻസിനെ കുറിച്ച്, കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, വൺ വേ കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, ടു വേ കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഇങ്ങനെയുള്ള പ്രയോറിറ്റിയെ കുറിച്ച് ഒരു 3 ദിവസം മുമ്പ് ഒരു 2 ആഴ്ചയായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഞാൻ ഈ കോവിഡ് ആയതുകൊണ്ട് അവസാനം ഏർലി മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നുള്ളത്. ഷീസ് ഇൻ 9th സ്റ്റാൻഡേർഡ്. ഷീ ഹാഡ് 3 relationships so far. 3 ബന്ധങ്ങൾ കഴിഞ്ഞു. ആ 3 ബന്ധങ്ങളും 2 ബന്ധം തകർന്നപ്പം ബ്രേക്ക് ചെയ്തപ്പം ഭയങ്കര വിഷമായിരുന്നു. 3ാമത്തത് വെച്ചുകൊണ്ടിട്ടത് എന്താണ് അത്, അതിന്റെ ഒരു അസ്വസ്ഥതയും, അത് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുന്നില്ല. അത് രാത്രി പാതിരാക്ക് മെസ്സേജ് അയക്കൽ, അത് ആകെ എന്നിട്ട് ഉദ്യോഗസ്ഥരായിരിക്കുന്ന 2 ഭാര്യയും ഭർത്താവും അസ്വസ്ഥ, 2 കുട്ടികളിൽ മൂത്ത കുട്ടിയാണുള്ളത്. ഈ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ കുറച്ച് മനഃശാസ്ത്രപരമായിരിക്കുന്ന കഴിവ് തന്നെ വേണ്ടതുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ടീച്ചർ നീഡ് നോട്ട് ബി എ കൗൺസിലർ എന്ന് പറയുന്നത് ഉണ്ടല്ലോ. ടീച്ചർക്ക് വേണമെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തേക്ക് സ്വകാര്യമായിട്ട് പറഞ്ഞു വിട്ടുകൊടുക്കുക ചെയ്തത് തന്നെ ഒരു വലിയ സേവനമായിരിക്കും അർത്ഥമുള്ളത്, വലിയ സേവനമായിരിക്കും എന്നുള്ളത്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ സ്വന്തം മാറില് പ്രേമിക്കുന്ന പെണ്ണിനെ ഇങ്ങനെ കത്തികൊണ്ട് എഴുതിയിട്ട്, പേര് ഞാൻ പറയുന്നില്ല, എഴുതിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് ഓർമ്മ കണ്ടിട്ടുണ്ടുള്ളത്. നമ്മൾക്ക് എന്തോ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് തോന്നുന്നുള്ളത്. സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ ഒരു വല്ലാത്ത ബ്ലൈൻഡ് ആയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു എന്നർത്ഥമുള്ളത്. ചിലപ്പോൾ നമ്മൾ ഉപദേശിക്കുള്ളത് ഒരു 11ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിലേക്ക് പോയി, +1 വഴിയിൽ വെച്ച് വീട്ടിലേക്ക് പോയി. ഉച്ചയോട് കൂടിയിട്ട് അമ്മയെ വിളിച്ചിട്ട് ഒരാള് പറഞ്ഞു, മകള് സ്കൂളിൽ പോയിട്ടുണ്ടെന്ന്. പോയിട്ടുണ്ട്, ഞങ്ങളൊന്ന് അവിടെ പോയി പരിശോധിച്ച് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ആകെ വിഷമം പിടിച്ചിട്ട് ഈ സ്ത്രീ സ്കൂളിൽ പോയപ്പോ സ്കൂളിലില്ല. അപ്പൊ എന്താണെന്ന് ചെയ്യാന്ന് അറിയാതെ ഒരു 3-3:30 അവിടെ നിൽക്കുമ്പോട്ട് ഈ പെൺകുട്ടിന്റെ പുറത്തുനിന്ന് ഓടി വരുന്നുള്ളത്. അപ്പൊ നീ എവിടെ പോയത്? ഞാനിത് പെൻസിൽ വാങ്ങാൻ പോയതായിരുന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞു. അമ്മ വന്നത് എന്തേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ വെറുതെ വന്നതാണ്, പക്ഷെ നമുക്ക് ഒന്നിച്ചു പോവാൻ. എന്തിനാണ് വന്നത്? ഞാൻ വരൂലേ? അല്ല പോരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് മേലെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ചതിന്റെ ശേഷം ചോദിച്ചു, നീ എവിടെയാണ് ഇന്ന് പോയത്? വളരെ സമചിത്തതയോടുകൂടി ഈ അമ്മ ചോദിച്ചു. നീ ഇന്ന് ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, ഞാൻ നിന്റെ ക്ലാസ് ടീച്ചറെ കണ്ടിട്ടുണ്ട്, നീ കളവിന്റെ മേലെ കളവ് പറയണ്ട. അവള് പറഞ്ഞു, കുറെ നേരം നിന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയതായിരുന്നു, ബൈക്കിൽ പോയി. അപ്പൊ ഈ ബൈക്കിൽ പോകുന്നത് ഒരു കുടുംബക്കാരൻ കണ്ടിട്ടാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഈ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലായിരുന്നു. ഉടനെ തന്നെ 2 ദിവസം കൊണ്ട് എത്തി, കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. നമുക്ക് കുട്ടി എന്താണെന്നുള്ളത് പോലും മനസ്സിലാകുന്നില്ല. ഈ കുട്ടി തന്നെ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 2ാമത്തെ ബന്ധമാണെന്നുള്ളത്. ആ 2ാമത്തെ ബന്ധത്തിൽ ആദ്യത്തെ ബന്ധത്തെ 100% വിട്ടിട്ടുമില്ല. അതും മനസ്സിലാക്കണം. പല ആൺകുട്ടികളെ പോലെയാണ് ഒരേ സമയത്ത് 4 ആളെ സർക്കസിൽ കൊണ്ടു നടക്കുന്ന ട്രപ്പീസിലുമായിട്ട് 4 ആളെ കൊണ്ടുവന്ന് പറക്കുളയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 4 ആളോട് 4 പേരും അറിയാതെ കൊണ്ടു നടന്നിട്ടുള്ള അസാധാരണമായ പാഠവം വേണം അതുള്ളത്. അപ്പൊ ഈ പെൺകുട്ടി കൗൺസിലിങ്ങിന്റെ സമയത്ത് ചോദിക്കുകയാണ്, സർ ഇതൊക്കെ ഇന്ന് സാധാരണ അല്ലേ? ഞാൻ ചെയ്തൊക്കെ റിലേഷൻഷിപ്പ്. ഞാൻ ചോദിച്ചു, ചിലർക്ക് സാധാരണമാണ്, ചിലർക്കല്ല. ചിലർക്ക് സാധാരണമാണെന്ന് തോന്നും, അവരുടെ അച്ഛനമ്മമാർക്ക് തോന്നണമെന്നില്ല. എന്താ കുട്ടി ചോദിക്കാനുള്ള കാരണം? സർ ഇത് ഇന്നിപ്പോ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, ഒരാൾക്ക് 2 പേര്, ചിലർക്ക് അതും ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് 3 ആളുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇല്ലാത്തവരും ഇല്ലേ? വളരെ വിരളാണ് സർ. എൻ്റെ ക്ലാസ്സിലുള്ള 80% കുട്ടികൾക്കും ഉണ്ട്, ഇല്ലാത്ത കുട്ടികൾ. നമുക്ക് ലോക പാണ്ഡിത്യം ഈ തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുന്ന ഈ കുട്ടിയെ നമ്മൾക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. നമ്മൾ വാല്യൂ ജഡ്ജ്മെന്റ് നടത്താതെ ആയിരിക്കണം ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ടുന്നത്. സോ നമ്മളൊരു വാല്യൂ ജഡ്ജ്മെന്റ് നടത്തുന്നില്ല. കൗൺസിലറുടെ ക്യാരക്ടർ ക്വാളിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുള്ളത്. നോട്ട് മേക്കിംഗ് എനി വാല്യൂ ജഡ്ജ്മെന്റ് ആൻഡ് മൂവിങ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ.
ആവശ്യമാണെങ്കിൽ നമ്മൾ സ്പെഷ്യലൈസേഷന്റെ ആളുകളെയും കാണുന്ന അർത്ഥമുള്ളത്. കൗൺസിലർക്ക് ഒരു വാംത്ത്നെസ് വേണം, എംപതി വേണം, റെസ്പെക്ട് വേണം, ജെന്യൂൻനെസ് വേണം, സെൽഫ് ഡിസ്ക്ലോഷർ വേണം. നമ്മൾ ചിലത് നമ്മളെ കാര്യങ്ങളും പറയേണ്ടി വരുമെന്നുള്ളത്. കോൺക്രീറ്റ്നെസ് വേണം, പറയുന്നതിനൊരു വ്യക്തത വേണം, പറയുന്നതിനൊരു ആധികാരികത വേണം, പറയുന്നതിന് അമൂർത്തതയല്ല ഉണ്ടാകേണ്ടത്. സ്നേഹം അങ്ങനെ എങ്ങനെ എന്നുള്ളത്, റിലേഷൻഷിപ്പ് എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. ഇമ്മീഡിയസി, ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ഇടപെടാനുള്ള കഴിവുണ്ടായിരിക്കണം, കൺട്രോളിങ് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ഒരു 5 ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷനാണ്. നല്ല ശുദ്ധമായ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കാര്യങ്ങൾ പറയാനുള്ള കഴിവ് നമ്പർ 1. 2, 2-വേ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള കഴിവ്, അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള ഫ്രണ്ട്ലിനെസ്സിനോട് കൂടിയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള കഴിവ്, പറഞ്ഞ് കൂടുതൽ സങ്കീർണമാക്കാതിരിക്കാനുള്ള ഒരു ലളിതമായ ഭാഷ, ചെറിയ ചെറിയ കൊച്ചു വാചകങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സ്ഫുടത, ഫ്ലുവൻസി. ഈ ഒരു 4-5 കമ്മ്യൂണിക്കേഷനോടനുബന്ധിച്ചിട്ട് ഉള്ളത് ഒരാഴ്ച വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഇത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണുള്ളത്. നമ്പർ 2, ലിസണിങ്, ശ്രദ്ധയോടുകൂടെ കേട്ട് ഗ്രഹിക്കൽ. അതാണ് ഇതിൻ്റെ അകത്തുള്ളത്. ശ്രദ്ധയോടുകൂടെ കേട്ട് ഗ്രഹിക്കൽ, ഗ്രഹിച്ചത് ആവശ്യമുള്ള സമയത്ത്. ലിസണിങ് ഇറ്റ് ഈസ് മോർ ദാൻ ഹിയറിംഗ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിലത് കേൾക്കും, ചിലത് കേൾക്കൂല. ഇപ്പം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചില അധ്യാപകർ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട്, അല്ല നിങ്ങൾ തമ്മിൽ ശാരീരികമായ ബന്ധങ്ങളൊക്കെ നടത്തിയോ? അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് ചില അധ്യാപകർക്ക്. അത് എന്താന്ന് വെച്ചാൽ അവർ സെലക്റ്റീവ് ലിസണേഴ്സ് ആണ്. ചില കാര്യങ്ങൾ കേൾക്കണം അവർക്ക്. ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. അത് ആ കുട്ടി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് പറയണം. അതാണ് അതിൻ്റെ ഒത്തുള്ളത്. ലിസണിങ് എന്ന് പറയുന്നത് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കലല്ല. ലിസണിങ് ചിലത് മാത്രം തിരഞ്ഞെടുത്ത് കൊണ്ടിട്ട് കേൾക്കലല്ല. ലിസണിങ് ചില സമയത്ത് കേൾക്കുന്ന സെലക്റ്റീവ് ലിസണർ അല്ല. നല്ല ലിസണിങ് നടത്തുന്ന ആള് ഇൻസുലേറ്റഡ് ലിസണർ അല്ല. ചിലപ്പം കേൾക്കും, ചിലപ്പം കേൾക്കൂല. സ്യൂഡോ ലിസണർ അല്ല. കേൾക്കുന്നു നടിക്കും, എന്നിട്ട് കേട്ട അപ്പൊ നീ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുന്ന ആളല്ല. അയാൾക്ക് കൗൺസിലർ ആകാൻ ഒരിക്കലും പറ്റില്ല. ഇനി അഥവാ വളരെ അസ്വസ്ഥമായിരിക്കുന്ന സമയത്താണെങ്കിൽ കൗൺസിലിങ്ങിന് നിൽക്കാതിരിക്കുന്നതാണ് ഉചിതം എന്നുള്ളത്. സോ ദിസ് ഈസ് ലിസണിങ്, കമ്മ്യൂണിക്കേഷൻ, ലിസണിങ്. 3-മത്തത് ഇന്ററാക്ഷൻ ഓർ ഇന്റർവ്യൂയിങ്. അത് ഒരു ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് നടത്തുന്ന ഇന്ററാക്ഷൻ ആയിരിക്കണം ഉള്ളത്. ഇവര് ബ്ലാ 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 പറഞ്ഞിട്ട് കാട് കയറും, ഇങ്ങനെ ബുഷ് ഹണ്ടിങ് നടത്താൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മളത് ഒബ്ജക്റ്റ്. അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചിലപ്പോൾ ഇത് പാരാഫ്രൈസിങ് എന്ന് പറഞ്ഞിട്ട് പല ടൂൾസും ടെക്നിക്സും ഉണ്ട്. അതിലൊന്ന് പാരാഫ്രൈസിങ്. അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഈ 2-മത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും വിലപിടിച്ച ഒന്നാണ് എന്നാണല്ലേ? എന്നാ ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട, പൊന്നുമോളെ എന്നാണ് അല്ലെങ്കിൽ പൊന്നുമോനെ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ തരത്തിലുള്ള ഒരു ഇന്റർവ്യൂയിങ് ടെക്നിക്ക് ഉണ്ടായിരിക്കണം. 4, ഒബ്സർവേഷൻ. ബോഡി ലാംഗ്വേജ് പഠിക്കാൻ ഡെസ്മണ്ട് മോറിസിന്റെ 2-3 പുസ്തകം വായിച്ചാൽ മതി. ആണ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, മാൻ വാച്ചിങ്, ഐ വാച്ചിങ്. മാൻ വാച്ചിങ്ങും ഐ വാച്ചിങ്ങും വായിച്ചാൽ മതി. മാൻ വാച്ചിങ്ങും ഐ വാച്ചിങ്ങും വായിച്ചാൽ മതി. ഫറൂഖ് കോളേജിൽ അതിമനോഹരമായിട്ട് അതിന്റെ ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള 2 പുസ്തകം ലൈബ്രറിയൻ നമുക്ക് സ്വാധീനം ഉള്ള ആളായത് കൊണ്ട് വാങ്ങിപ്പിച്ചു വെച്ചത് അവിടുത്തെ റെഫറൻസിലുണ്ട്. മാൻ വാച്ചിങ്, ഐ വാച്ചിങ്. കണ്ണുകളിൽ നോക്കിയിട്ട് വാച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് എടുക്കുന്നു. യു മേ ബി നോയിങ് ദ ഓതർ. ഡെസ്മണ്ട് മോറിസ് എന്ന് പറഞ്ഞാലാണ് നഗ്നവാനരൻ, നഗ്നവാനരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആൾ. ഈ മാൻ വാച്ചിങ് മാത്രം വായിച്ചാൽ തന്നെ നമുക്ക് ബോഡി ലാംഗ്വേജിനെ കുറിച്ച് യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഡെസ്മണ്ട് മോറിസ് ഒരു കൗതുകമുള്ള ഒരു മനുഷ്യനാണ്, മരിച്ചുപോയി. അയാള് ഒരു സൂല് വാർഡനായിരുന്നു. മൃഗങ്ങളുടെ ബിഹേവിയറിനെ വാച്ച് ചെയ്തിട്ടാണ് പിന്നെ മനുഷ്യരുടെ ബിഹേവിയറിനെ കുറിച്ച് അയാൾ പഠിച്ചിട്ടുള്ളത്. He is not a psychologist, but he is more than a psychologist. Observation. Last, 5-മത്തത് റെക്കോർഡിംഗ് എന്നുള്ളത്. റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കുന്നത് എന്നർത്ഥമുള്ളത്. These are some of the skills of the counselor and it can be developed out of 6 മാസത്തേക്ക് ഈ പ്രവൃത്തി ആഴ്ചയിൽ 1-2 ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആർക്കും സാധിക്കും. 2-3 പ്രാഥമികമായിരിക്കുന്ന പുസ്തകങ്ങളും വേണമെങ്കിൽ നമുക്കൊക്കെ ഇപ്പോഴതിന്റെ ക്യാപ്സ്യൂൾ ആയിരിക്കുന്ന വിവരങ്ങളും ഇഗ്നോന്റെ ഒക്കെ മെറ്റീരിയൽസ് ഒന്നാന്തരമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൻ്റെ.
ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ചോദ്യങ്ങൾക്ക് വരാം. കൗൺസിലിംഗ് നടത്തുന്നതിന് ഒരു നല്ല മുറി ആവശ്യമാണ്. സ്വകാര്യതയുള്ള ഒരു മുറിയായിരിക്കണം. മറ്റ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകരുത്. കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടാകണം. ഒരു മേശ, നമ്മുടെ കൾച്ചറിൽ മേശ ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു ഇന്റർനാഷണൽ കൗൺസിലിങ്ങിന് കസേരയും ഒരു അല്പം ചരിച്ചിട്ടിട്ട് ഒന്നിച്ചിരിക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾക്കൊരു മേശ, നമ്മൾ പലപ്പോഴും കൈകുത്തിയിരിക്കാൻ അവർക്കൊരു സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് കൊണ്ടുള്ളത്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന്റെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കണം. ദെൻ വളരെ കടുത്ത കളറുകളോ ഒന്നും ഉള്ള സ്ഥലമാകാതിരിക്കണം, ചുവപ്പും പച്ചയും എന്നുള്ളത്. കുറച്ചും കൂടെ ഒരു പ്ലീസിങ് എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം. ഇഫ് യു ആർ മേക്കിംഗ് എ കൗൺസിലിംഗ് റൂം, ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് എന്നുള്ളത് പറയാനുള്ളത്. കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കണം. ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് കൗൺസിലർ ഘട്ടമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഞാൻ അത് പറഞ്ഞിട്ട് നിർത്തും. റാപ്പോ ഉണ്ടാക്കുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു റാപ്പോ. അതൊരു നല്ല ബന്ധം, അനുകൂലമായ ബന്ധം ഉണ്ടാക്കിയെടുക്കലാണ്. 2, ലിസണിങ്, വെന്റിലേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജാണ് രണ്ടാമത്തത്. പറയാനുള്ള അവസരം കൊടുക്കുന്നു, ഒരു മുൻവിധിയില്ലാത്ത കേൾവി നടത്തുന്നു. 3, പ്രോബിംഗ് ആണ്, പ്രശ്നത്തെ കൂടുതൽ പഠിക്കുകയാണ്. 4, ട്രെയിൻ ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടുഗദർ, സൊല്യൂഷനിലേക്ക് ഒന്നിച്ചു പോകുന്നു. 5, സൊല്യൂഷൻ നടപ്പിൽ വരുത്താനുള്ള ശ്രമം. 6, തുടർ പരിപാടികളിലൂടെ അതിന് ഉറപ്പുണ്ടാക്കുക എന്നുള്ളത്. 1, റാപ്പോ, അനുകൂലമായിരിക്കുന്ന ബന്ധം, സംസാരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ബന്ധം. 2, വെന്റിലേഷൻ, അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കുക. വിഷമം, എന്ത് സങ്കടമോ സന്തോഷമോ എന്താണെങ്കിലും അത് കൊടുക്കുക. 3, പ്രോബിങ്, ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയും സഞ്ചരിച്ചിട്ടുള്ള കാര്യങ്ങളുള്ളത്. 4, സൊല്യൂഷൻ സാധ്യത അന്വേഷണം. 5, സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. 6, അവസാനത്തെ സ്റ്റേജ് അതിന്റെ തുടർ പരിപാടികൾ എന്നുള്ളത്. സോ ദീസ് ആർ ദ സ്റ്റേജസ് ഓഫ് കൗൺസിലിംഗ് ആൻഡ് ദിസ് ഈസ് എ സിമ്പിൾ കൗൺസിലിംഗ് മോഡൽ ടു. ഞാൻ ഇവിടെ വെച്ച് നിർത്താം. കൗൺസിലിംഗ് എന്നുള്ളത് ഇതിനപ്പുറത്തേക്കാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു കൗൺസിലിംഗിന്റെ ഡിപ്ലോമ കോഴ്സിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4 മോഡ്യൂളില് 4 മിനിമം 4-5 പേപ്പേഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. കൗൺസിലിംഗിന്റെ ടൈപ്സ് പഠിപ്പിക്കുന്നുണ്ട്. അഡോളസന്റ് കൗൺസിലിംഗ്, മാരിറ്റൽ കൗൺസിലിംഗ്, പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, ദെൻ ജെറന്റോളജിക്കൽ കൗൺസിലിംഗ്, വൃദ്ധർക്കുള്ള കൗൺസിലിംഗ്, അഡിക്ഷൻ കൗൺസിലിംഗ്. സോ ദാറ്റ് ഈസ് എ ടഫസ്റ്റ് ഏരിയ, അഡിക്ഷൻ കൗൺസിലിംഗ്. ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് കൗൺസിലിംഗും ഏരിയാസ് ഓഫ് കൗൺസിലിംഗും കൂടെ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു ബേസിക് ഇത് കിട്ടുകയാണെങ്കിൽ, നമുക്കൊരു അഡോളസെന്റ് ഒരു യൂത്ത് കൗൺസിലിംഗിന്റെ ഇത് കിട്ടിയാൽ തന്നെ ഒരു അധ്യാപകനോ അധ്യാപിക്കോ കോളേജിൽ നമുക്ക് ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കും. പ്ലീസ്. ഓഫീസർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല. ഇനി പെട്ടെന്നുള്ള ഇന്ററാക്ഷൻ ആണ് ആവശ്യം. പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപക സുഹൃത്തുക്കള്, ഇത് കുറച്ച് ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സാർ. ചാറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പറയണമെങ്കിൽ പറയാം. നിങ്ങൾ പറയാൻ പറ്റുവാണെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ പറയാം. ഹലോ സർ, ഹലോ സർ, ഹലോ സർ, ഹലോ ഹലോ പറഞ്ഞോളൂ. ഹലോ പറഞ്ഞു. സർ, ഞാൻ ഡോക്ടർ ഷീബ, ചങ്ങനാശ്ശേരി NSS കോളേജിൽ പഠിപ്പിക്കുന്നു. അപ്പോ എന്റെ ഒരു സംശയം ഇതാണ്. സാധാരണ വിദ്യാർത്ഥികൾ നമ്മളുടെ അടുത്ത് ചിലപ്പോഴെങ്കിലും ചില പ്രശ്നങ്ങളുമായിട്ട് വരാറുണ്ട്. അവർക്കുള്ള മാനസിക പ്രശ്നങ്ങളാവാം. പക്ഷെ അവരിങ്ങനെ പറയുമ്പോൾ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള ചിലപ്പോൾ ചില തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ അതിൽ ഏത് രീതിയിലാണ് ഒരു അധ്യാപികയ്ക്ക് ഇടപെടാൻ പറ്റുക? കാരണം പലപ്പോഴും പേരൻസിനോട് സംസാരിക്കേണ്ട ഒരവസ്ഥ, അത് ആ രീതിയിൽ ഇടപെടാൻ നമുക്ക് സാധ്യമാണോ? അത് അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും ചില മെഡിക്കേഷൻസ് ഒക്കെ ആവശ്യമായി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവാറില്ലേ വിദ്യാർത്ഥികൾക്ക്? അപ്പൊ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടീച്ചർ, ഞാൻ പറയാം. സാധ്യമാണ്. നമ്മൾ ആദ്യം ഈ കുട്ടിയോടാണ് ഇന്ററാക്ഷൻ നടത്തുന്നത്. ഈ കുട്ടിയുടെ പ്രോബ്ലംസ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. കുട്ടിയുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടി വരും. അവരെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ആയിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം
നമ്മൾ അവരെ പെട്ടെന്ന് വിളിച്ച് അത് കുട്ടികളുടെ അനുബന്ധത്തോടു കൂടിയായിരിക്കണം. അതൊരിക്കലും രക്ഷകർത്താക്കളെ കുറ്റപ്പെടുത്താതെ ആയിരിക്കണം അതിന്റെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തേണ്ടത്. അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലാതെ അവരെ മനസ്സിലാക്കി കൊടുത്തിട്ട് ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ടീച്ചർ ചോദിച്ചിരിക്കുന്ന മറ്റൊന്ന് മെഡിക്കൽ ഇന്റർവെൻഷൻ വേണ്ടി വരുമോ എന്നുള്ളത്. ചില സമയത്ത് നമുക്ക് തോന്നും മെഡിക്കൽ ഇന്റർവെൻഷൻ വേണ്ടതാണ് എന്നുള്ളത്. ഡിപ്രഷന്റെ പല സ്റ്റേജുകളിലുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. ബൈപ്പോളാർ പ്രശ്നങ്ങളുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ദീസ് ആർ വെരി കോമൺ, എസ്പെഷ്യലി ബൈപ്പോളാർ. വളരെ ഇതിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ടണൽ വിഷൻ, ബ്ലാ ബ്ലാ ബ്ലാ, ശത്രുത, അടിപിടി, ലഹള, എന്നാ നല്ല കുട്ടിയായിട്ട് ചില ആളുകളുടെ അടുത്ത് നിൽക്കുന്ന ഒരാള്, ഇതൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള പ്രശ്നമാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകാവുന്ന ഡിസോർഡർ ഒരു 10 എണ്ണം നമുക്ക് ഏകദേശം ഗ്രാഹ്യത ഉണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും ഈ കുട്ടിക്ക് സൈക്യാട്രിക് ട്രീറ്റ്മെന്റോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായമോ വേണ്ടതുണ്ട് എന്നുള്ളത്. നമ്മളുടെ നാട്ടിൽ നല്ലത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതാണ്. കാരണം എന്റെ കുട്ടിക്ക് മനോരോഗം ഉണ്ടാക്കി നിങ്ങൾ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് നാളെ കൊടിപിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഉറപ്പുകൂടി കിട്ടുകയാണെങ്കിൽ മരുന്ന് ആവശ്യത്തിന് മാത്രം കൊടുക്കുന്ന ഒരു സൈക്യാട്രിസ്റ്റിനെയും കാണിക്കേണ്ടി വരും. അത് തീരുമാനം അവരെടുത്താൽ മതി. നമ്മൾ പറയാ ഇതാണ് പ്രോബ്ലം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉറപ്പ് തന്നിട്ടുണ്ട്, യു ക്യാൻ മീറ്റ് ആൻഡ് ടോക്ക് ടു ദ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് ദേ വാണ്ട് ടു മീറ്റ് യു ടു എന്ന് പറയാ. എന്നിട്ട് പറയാ ഇതിനെന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ടഫാണ് ഇത്തരത്തിലുള്ള കേസസ്. ഒരു കേസ് ഞാൻ പറയാം നിങ്ങൾക്കുള്ളത്. ഒരിക്കലും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു ഫ്രം ദ കോളേജ് പറഞ്ഞു, എനിക്ക് മരിക്കണം, എനിക്ക് പറ്റില്ല, ഞാൻ 4 പെൺകുട്ടികളിൽ മൂത്തതാണ്, എനിക്കൊരു പ്രേമുണ്ട്, കെട്ടാൻ കഴിയില്ല, അതെല്ലാം പ്രശ്നമാണ്, വീട്ടിലാണ്, എന്നാലും എനിക്ക് കെട്ടാതിരിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് 6 സെഷൻ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തീരുമാനിച്ച് എനിക്കതിനെ കല്യാണം കഴിക്കണ്ടാണ് എൻ്റെ അമ്മ. പിന്നെ അത് നടപ്പിൽ വരുത്തലാണ്. അപ്പൊ അതിന്റെ ഓരോരോ ഘട്ടത്തിലും പറയുന്നുണ്ട് എന്റെ രക്ഷകർത്താക്കളെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചാവ് കിട്ടുമെന്നും പറയുന്നുണ്ട്. സോ വി ഹാവ് ടു ടേക്ക് കെയർ. ഈ കുട്ടി ഈ വിവരം മെല്ലെ അവനെ അറിയിച്ചു. അവൻ ഭയങ്കരമായ ബോൾഡ്നെസ്സും ഒക്കെ ഉള്ള ഒരുത്തനാണ്, സത്യസന്ധനുമാണ്, ഹോണസ്റ്റുമാണ്. ഇവളെ വിളിച്ചുകൊണ്ടിട്ടുള്ള ഒരു ജീവിതം. അപ്പൊ ഇവൾക്ക് മതം, ദേശം, ജാതി, ബന്ധം പല പ്രശ്നങ്ങളും ഉണ്ട്. കെട്ടാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. കെട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ഉറപ്പാണ്. അച്ഛനമ്മമാരെ ഉപേക്ഷിക്കാൻ ഈ കുട്ടിക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഒരു ദിവസം ഇവനെ അറിയിച്ചപ്പോ ഇവൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് തൂങ്ങിച്ചാവുന്നു. ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു. ചിലപ്പോൾ അവൻ വന്ന് തൂങ്ങിച്ചാവും സാർ, അവൻ അത് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്കിൽ ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മുന്നിലേക്ക് ഒരു ബോക്സ് വെച്ചു. ആ ബോക്സ് ഒരു റാപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇവള് പറഞ്ഞു, സാർ അത് ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോ, ഇഫ് യു വാണ്ട് യു ക്യാൻ ഓപ്പൺ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പ്ലീസ് സാർ ഓപ്പൺ ചെയ്യും, എനിക്ക് പറ്റൂല, ഞാൻ ഒരിക്കൽ തന്നെ തുറന്ന് കണ്ടതാണെന്ന്. അവസാനം കടലാസൊക്കെ എടുത്ത് മറുത്ത് പറഞ്ഞു, അത് ഒരു സ്പ്രിങ് ആക്ഷൻ ഉള്ള നമ്മുടെ കണ്ണടൊക്കെ ഇട്ട് കൊണ്ടുവരുന്ന ഒരു ബോക്സ് ആണ്, പേനയൊക്കെ. പേനയായിരിക്കും എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ഉറച്ച് തുറക്കുമ്പോൾ അതിന്റെ അകത്ത് നിന്ന് ഒരു തള്ളവരല് മുറിച്ചിട്ടിട്ട് ചോര കൊണ്ട് കടലാസിൽ എഴുതിയിട്ട് ഇടുന്നു. ആൻഡ് ഹി ഹാസ് സെന്റ് എ ഗിഫ്റ്റ് ഫോർ ഹർ ആൻഡ് ഇറ്റ് ഈസ് എ വാണിംഗ്. I have a general question. Myself, Please. Dr. Vinod Kumar Jacob from MA College of Engineering. Please. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വി ബീങ് ടീച്ചേഴ്സ്, നമ്മൾ മെജോറിറ്റിയും എനിക്ക് തോന്നുന്നത് സോഷ്യൽ സ്പേസിലാണ്. സം ഓഫ് ദം ആർ ഇൻ പബ്ലിക് സ്പേസ്. നമുക്കൊരിക്കലും ഒരു പേഴ്സണൽ സ്പേസിലേക്കും ഇന്റിമേറ്റ് സ്പേസിലേക്കും മെജോറിറ്റിക്കും വരാൻ കഴിയുന്നില്ല. Can you suggest some of the mechanism to transform from at least from social space to personal space? എനിക്കിതിനൊരു ഒറ്റമൂലി പറയാനില്ല. എനിക്ക് സാധിച്ചത് നാഷണൽ സർവീസ് സ്കീമാണ്. 19 വർഷക്കാലം ഞാൻ പ്രോഗ്രാം ഓഫീസർ ആയിരുന്നു. നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് ഞാൻ സഞ്ചരിക്കാത്ത കോളേജുകളും കാണാത്ത കോളേജുകളും ഇല്ല കേരളത്തിന്, അത്രയും സഞ്ചരിച്ചിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീം കുട്ടികളുമായിട്ട് അടുക്കാൻ പ്രത്യേകിച്ച് 10 ഡേ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിൽ കുട്ടികളെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന അസാധാരണമായ തരത്തിലുള്ള ഒന്നാണ്. ഇതിന് ഇതേപോലെ തന്നെയാണ് when you go for the study tour, inverted comma study tour എന്നുള്ളത് ടൂറിനോ ട്രാവലിനോ എന്തോ ആകാം. അതും സർ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഇവരെ മനസ്സിലാക്കാനുള്ളത് സാധിക്കും. 3,
ഇവരോട് നമ്മൾ വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ്, നമ്മൾ ഒറ്റക്കൊറ്റക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ there is a chance. 4, നമ്മൾ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ആയിരിക്കുന്ന ഇന്റർവെൻഷൻ നടത്തുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തും. നമ്മുടെ സ്റ്റുഡൻസ് ബോധ്യപ്പെടുത്തട്ടാ, നീ എന്തിനാണടാ നീ വിഷമിക്കുന്നത് എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് 6 മാസമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് സാധിക്കാത്ത MSc പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സോഷ്യോളജിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പറഞ്ഞത്, സാറിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ബിലീവ് മീ, 6 വീക്സ് കൊണ്ട് ആ ബ്ലോക്ക് മാറ്റി, സൈക്കോളജിക്കൽ ബ്ലോക്ക് മാറ്റി കൊണ്ടുവന്നു. എന്നിട്ട് കുട്ടി ഒരു ദിവസം എല്ലാവരെയും സന്തോഷത്തോട് കൂടിയിട്ട് മൈസൂർ പാക്ക് കൊണ്ടുവന്നു. എനിക്കിഷ്ടം മൈസൂർ പാക്കാണെന്ന് എൻ്റെ വിദ്യാർത്ഥി പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യാപകരും എൻ്റെ സഹപ്രവർത്തകരും കുറച്ച് വിദ്യാർത്ഥികളും ആ മൈസൂർ പാക്ക് തിന്നു. സംഭവം ഒരാളിന്റെ സെക്ഷൽ ഇന്റർകോഴ്സ് സാധ്യമാക്കിയതിന്റെ ഇതായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഒരു കാര്യം പോലും നമ്മളടുത്ത് വന്ന് പറഞ്ഞേക്കും. കോൺഫിഡൻഷ്യാലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു അവസരം ഉണ്ടായി മറ്റേ ആക്ടിവിറ്റീസിലുള്ള പ്രവർത്തനങ്ങൾ സാധിക്കും. അതാണ് അതിൻ്റെ അകത്തുള്ളത്. ലീഡർഷിപ്പ്, ഫൈൻ ആർട്സ്, ഇമാതിരി കാര്യങ്ങളും കുട്ടികളോട് അടുക്കാനുള്ളത് ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ ഇന്ററാക്ഷൻ ഒരു വേദി ഉണ്ടാക്കുകയാണ്. സ്റ്റിൽ ഷിഡു വിൽ സേ, അവരിപ്പോഴും ഫ്രൈഡേ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഇന്ററാക്ഷൻ ആണ്, രാവിലത്തെ 2 hours അതിനുവേണ്ടി വിനിയോഗിച്ചിട്ട്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രൂട്ട്ഫുൾ attempts that we have had it for identifying the skills, കഴിവുകൾ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള. And it is a team work. Sir, namaskaram. Sir, hello. Called Srishakara College. Sir, പേഴ്സണൽ കൗൺസിലിംഗ് കൊടുക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതിലൊരു റിസ്ക്കും കൂടി ഇല്ലേ സാറേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ്. കാരണം ഞങ്ങളൊക്കെ ഒരു 26 വയസ്സിലാണ് ഞങ്ങളൊക്കെ സർവീസിൽ കയറുന്നത്. അപ്പോൾ ഞാൻ സ്റ്റുഡൻസ് ആയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ആള് ഭയങ്കര ക്ലോസ് ആണ്, സ്റ്റുഡൻസ് ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ്. എവിടെ പോകുമ്പോഴും കുട്ടികൾ ചുറ്റിനും ഉണ്ടാവും. അങ്ങനെ എപ്പോഴും കുട്ടികളുടെ ഇടയിലുള്ള ആളാണ്. അപ്പോൾ ആള് വേറെ കോളേജിലാണ്. അപ്പൊ ആളുടെ ക്ലാസ്സിലൊരു കുട്ടി ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഇരിക്കണ കണ്ടു കഴിഞ്ഞപ്പോ പെൺകുട്ടി ആള് സംസാരിച്ചു, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയുടെ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ആളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്ത് സംസാരിക്കാൻ തുടങ്ങി കുട്ടിയുടെ അടുത്ത്. കുറച്ച് കഴിഞ്ഞപ്പോ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എൻ്റെ സുഹൃത്തിന്റെ അടുത്ത് പ്രണയമായി. പിന്നെ ഇയാളുടെ അടുത്ത് നിന്ന് പോവില്ല എന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഇല്ലേ? അവന്റെ പരിചയക്കുറവാണോ അതില് കാരണമായത്? ഉണ്ട്. കൗൺസിലിംഗ് നടത്തുന്ന ആളുടെ അടുത്തേക്ക് ട്രാൻസ്പെറൻസ്, ഇതിന് ട്രാൻസ്പെറൻസ് എന്നാണ് പറയാനുള്ളത്. അത് അദ്ദേഹം ട്രാൻസ്പെറൻസിനെ കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. ആ ട്രാൻസ്പെറൻസിന് പലപ്പോഴും പലരും ശ്രമിക്കും. അത് അവർക്ക് ഒരു രക്ഷയാണ്, അത് അവർക്കൊരു മുക്തിയാണ്, അത് അവർക്ക് അവരുടെ കുറ്റത്തെയോ ഇതിനെയോ അതിജീവിക്കാനുള്ള മറ്റൊരു മാർഗമാണ്. കൗണ്ടർ ട്രാൻസ്പെറൻസും ഉണ്ടാവും ചിലപ്പോഴും. ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഓൾ ദോസ് സൈക്കോളജിക്കൽ ടെക്നോളജി, ഐ മീൻ ടേംസ്. ഇത് വേറൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്ന സ്ഥലമാണ്. സാറ് പറഞ്ഞ 100% ശരി, ഇതിന്റെ സാധ്യതയുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചിട്ട് അറിവില്ലാത്തത് കൊണ്ടും കൗൺസിലിങ്ങിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദുർബലരായവരാണ് നമ്മളടുത്ത് വരുന്നത്. ശക്തന്മാരല്ല, കഴിവുള്ളവരല്ല, അഭിമാനികളല്ല വരുന്നത്. ദുർബലതയുള്ള ആളുകളെ നമുക്ക് ദുസ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതിന് നമ്മളുടെ എത്തിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ നമുക്ക് അടി കിട്ടുന്നുള്ള ബോധ്യം ഒക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ, ഈവൺ എൻ്റെ കേസിലൊക്കെ എനിക്കറിയാവുന്ന ഫാമിലി കൗൺസിലിംഗിൽ ചിലതിലൊക്കെ ഇല്ലാത്തത് പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കൗൺസിലർ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ് ഒരു ഘട്ടെത്തിക്കഴിഞ്ഞപ്പോഴേ ആ ബിഹേവിയറിനെ. അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലർ മോശമാണ് എന്ന് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താൻ ആദ്യം പേരൻസ് ഇത് വിശ്വസിക്കുകയും ചെയ്തു. ബട്ട് ഇറ്റ് ഹാപ്പൻസ് വെരി റയർലി. സാറ് പറഞ്ഞത് സത്യമാണ്. ഈ ട്രാൻസ്പെറൻസിന്റെ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ബിഹേവിയറൽ ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ. ഇവിടെയൊക്കെയാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം കൂടി തേടിയിട്ട് തീരുമാനത്തിലെത്തുക എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ബിഹേവിയറൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇത്രയും പരിചയമുള്ള ആളായിട്ട് പോലും ഐ വോണ്ട് ഡു ദാറ്റ്. ഐ വിൽ സെൻഡ് ടു എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഫോളോ അപ്പ് എടുക്കാം. അവരുടെ മാർഗനിർദ്ദേശം കൂടെ കയറിയാൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോട് കുറച്ചൊരു അടുപ്പുണ്ടായാൽ മതി. നമ്മൾ നൽകുന്ന കേസസിന് ഒരു നല്ല കോളേജിൽ അധ്യാപകരാണെന്ന് പറഞ്ഞാൽ ദേ വിൽ ബി വെരി ഹാപ്പി. അത് അവർ പ്രൊഫഷണൽ ആയിരിക്കും എന്ന് മാത്രം ഉള്ളത്. ഓഫീസർ ഈ ട്രാൻസ്ഫറൻസ് ഓഫീസർ ഞാൻ ഷിലു ആണ് സർ. സർ ഈ ട്രാൻസ്ഫറൻസ് ഒരു തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? കാരണം വെച്ചാൽ കൗൺസിലിംഗ് ചെയ്യാൻ വന്നിട്ടുള്ള സ്റ്റുഡന്റിനെ കെട്ടിയ അധ്യാപകരെ എനിക്ക് ഒരുപാട് അറിയാം. അവർ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിച്ചു പോകുന്നുണ്ട്. അത് നമുക്കൊരു തെറ്റായിട്ട് പറയാൻ പറ്റുമോ? അല്ല, കൗൺസിലർ ആദ്യം കല്യാണം കഴിച്ച ആളാണെങ്കിലോ? അപ്പം ആണല്ലോ ആ ഒരു പ്രശ്നം വരുന്നത്. സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണോ? അല്ല, ഞാൻ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ അത് കോളേജിന്റെ സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലത്. കാരണം നമ്മൾ പിന്നെ നാളെ ഈ പ്രൊഫഷൻ ചെയ്യേണ്ടതാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് അറിയാവുന്നത് എൻ്റെ ഉപ്പാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചത്. ഫറൂഖ് കോളേജ് പഠിച്ചിരുന്നു. ഇപ്പോഴും പലരുടെയും ധാരണ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഞാൻ അല്ലാന്നും പറയാറില്ല, ആണെന്നും പറയാറില്ല. നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ബ്രാൻഡഡ് ഇതായിട്ട് തന്നിട്ട് തരുന്നതിനാണ്. ട്രാൻസ്പെറൻസ് ഒരു കുറ്റമല്ല കേട്ടോ. അത് ദാറ്റ് ഈസ് ട്രൂ. ട്രാൻസ്പെറൻസ് ഒരു കുറ്റമല്ല. ട്രാൻസ്പെറൻസ് ഒരു അവസ്ഥയാണ്. ട്രാൻസ്പെറൻസ് ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. ട്രാൻസ്പെറൻസ് പലപ്പോഴും ആ കുട്ടിക്ക് ആശ്വാസം കൊടുക്കും. പക്ഷേ ആൺ കൗൺസിലർ പെൺകുട്ടികളെയും പെൺ കൗൺസിലർ ആൺകുട്ടികളെയും കൗൺസിലിംഗ് നടത്തുമ്പോൾ, കൗൺസിലിംഗ് വേണ്ട, നമ്മളെ കോളേജുകളിൽ വെച്ച് തന്നെ ഉള്ള ഇടപെടൽ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ വെച്ച് പുലർത്തുന്നതാണ് നല്ലത്. അല്ലാതെ കെണിയിൽപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ആളുകളെയും ഷിലുവിന് അറിയാലോ. മൊറാലിറ്റി പറയുന്ന ഒരു സമൂഹത്തില് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കൗൺസിലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സർ? സാറിന് പേഴ്സണലായിട്ട് തന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ നെഗറ്റീവായിട്ടല്ലേ നമ്മളുടെ കമ്മ്യൂണിറ്റി ഇതിനെ കാണുക. നമ്മളിപ്പോ ഒരു പെൺകുട്ടിയെ ഒരു മെയിൽ കൗൺസിലർ അല്ലെങ്കിൽ ഒരു മെയിൽ ടീച്ചർ ഒരു പ്രൈവറ്റ് സ്പേസിലേക്കോ ഇന്റിമേറ്റ് സ്പേസിലേക്കോ കയറാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ക്ലോസ് ആയിട്ടുള്ള ഒരു റൂമിൽ വെച്ചിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കുക, ഇന്റിമസി കാണിക്കേണ്ടി വരും. നമ്മളുടെ സമൂഹം എങ്ങനെയാണ് സാർ ഇതിനെ കാണുക? അവിടെ ഹയർ എഡ്യൂക്കേഷനും യൂണിവേഴ്സിറ്റി എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല. അത് ഒരുപാട് മുൻവിധികൾ വെച്ചിട്ടുള്ള ഏർപ്പാടാണ് അതുള്ളത്. എന്നെ ഒരു പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓഫീസ് എന്താ ഇപ്പൊ പറയാ പഠിച്ചാണ്, ക്യാൻറ്റീനിൽ പോകാറുണ്ടോ? ഉണ്ട്. ക്യാൻറ്റീനിൽ കുട്ടികളെ കൊണ്ടുപോകാറുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. ചില പ്രത്യേക കുട്ടികളെ കൊണ്ടുപോകാറുണ്ടോ? ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇത് ശരിയാണോ? എന്നിട്ട് ടീച്ചേഴ്സ് ഇരിക്കുന്നിടത്താണോ ഇരിക്കാറുള്ളത്? ഞാൻ പറഞ്ഞു, സർ, ദർ ഈസ് എ പർപ്പസ്, ബിലീവ് മീ. ഞാൻ ക്ലാസ്സിൽ എടുക്കാത്ത, ആരോ കരയുന്നുണ്ട് ഇത് കേട്ടിട്ട്, ഞാൻ ക്ലാസ് എടുക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ ഞാനും ആ കുട്ടിയും അകൽച്ച പാലിച്ചുകൊണ്ട് ജീവിക്കുകയും തയ്യാറുമാണെങ്കിൽ, പെരുമാറാൻ തയ്യാറുമാണെങ്കിൽ എനിക്ക് പോയിക്കൂടെ? അപ്പം പിന്നെ പ്രിൻസിപ്പൾ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോട്ടലിലോ മറ്റോ പോയാൽ മതിയല്ലോ, റെസ്റ്റോറൻറ്റ് പോയാൽ പറ്റും. ഞാൻ പറഞ്ഞു നോ എന്ന് പറഞ്ഞു. ഞാൻ കോളേജിന്റെ ക്യാൻറ്റീനിൽ കഫറ്റീരിയ തന്നെ പോകുമെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാർ ആ കുട്ടി എൻ്റെ ഗസ്റ്റ് ആണെങ്കിലോ? പിന്നെ സാറൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഐ വിൽ ഡു ദാറ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഭയങ്കര വിഷമമുണ്ടായിരുന്നു എനിക്കത് പറയാന്. പക്ഷേ സദാചാര കമ്പനീന്റെ കൺവീനർമാര് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഹലോ സാറേ. ഹലോ. പ്ലീസ് ഡോക്ടർ. സാറേ, നല്ല